ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന രാഷ്ട്രീയ സംവാദം പരിപാടി ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പോരാട്ടവുമായി നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് പഞ്ചായത്തിലാണ്. കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിലെ പനച്ചിക്കാട് പഞ്ചായത്തിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നു, എന്തൊക്കെ പോരായ്മകൾ അതിലുണ്ടായിരുന്നു, ഈ കൊണ്ടുവന്ന വികസനങ്ങളിൽ ഏതൊക്കെ പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായി, അല്ലാതായി മാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അല്പസമയം ചർച്ച ചെയ്യാം. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയ്ക്കായി ഈ വേദിയിൽ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയായി നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രസിഡന്റ് ആനി മാമൻ, സ്വാഗതം. പ്രതിപക്ഷം ശാലിനി തോമസ്, സ്വാഗതം. BJP പ്രതിനിധി ജയൻ കല്ലുങ്കൽ, സ്വാഗതം. UDF പ്രതിനിധി ഇട്ടി അലക്സ്, സ്വാഗതം. LDF പ്രതിനിധി അഡ്വക്കേറ്റ് വിവേക് മാത്യു, സ്വാഗതം. പ്രസിഡന്റ്, ഈ ഒരു 5 വർഷ കാലഘട്ടത്തിൽ എന്തൊക്കെ വികസനങ്ങൾ ഏതൊക്കെ മേഖലയിൽ കൊണ്ടുവരാൻ സാധിച്ചു? നമുക്ക് എടുത്തു പറയുവാനാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു സുശക്തമായ അഴിമതിരഹിതമായ ഒരു ഭരണം 5 വർഷം കാഴ്ചവെക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ റോഡിൻ്റെ നവീകരണം, തെരുവുവിളക്കിൻ്റെ പരിപാലനം, മാലിന്യ സംസ്കരണം, അംഗനവാടി കുട്ടികൾക്കും മുതിർന്നവർക്കും അല്ലെ മുലയൂട്ടുന്ന അമ്മമാർക്കും അങ്ങനെയുള്ള പദ്ധതികളിൽ, ആരോഗ്യ മേഖലകളിൽ വിവിധങ്ങളായ കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് അവകാശപ്പെടാൻ സാധിക്കും. ഈ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കഴിഞ്ഞ 5 വർഷത്തിൽ പുതിയ എന്തെങ്കിലും പദ്ധതികൾ ആരംഭിച്ചിരുന്നോ? നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ആരംഭിച്ച് എടുത്തു പറയാൻ പറ്റുന്ന ഇതെന്ന് പറഞ്ഞാൽ മാലിന്യ സംസ്കരണത്തിനാണ്. നമ്മൾ ഭരണം കാലയളവിൽ, അതായത് ഭരണം 2020 നമ്മൾ കയറുമ്പോൾ, ഭരണ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ മാലിന്യം പല വഴികളിൽ ചിതറിക്കിടക്കുന്നൊരു സംഭവമായിരുന്നു. എന്നും പത്രവാർത്തയും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു. അന്നേ നമ്മൾ തീരുമാനിച്ചു ഒരു ക്ലീൻ പനച്ചിക്കാട് ആക്കി മാറ്റണം എന്നുള്ളൊരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ പൂർണ്ണമായും വിജയിച്ചോ? പൂർണ്ണമായും വിജയിച്ചെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു 75% വിജയിച്ചു എന്ന് പറയാൻ സാധിക്കും. അത് നമ്മൾ അതിനു വേണ്ടി MCF ഒരെണ്ണം ഉണ്ടായിരുന്നത്, നമ്മൾ 1400 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടം മെയിൻറ്റെയിൻസ് ചെയ്തു നടത്തി, അതിനകത്ത് ശേഖരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരു 50 സെൻറ്റ് സ്ഥലം അതിനായി 40 ലക്ഷം രൂപ മുടക്കി വാങ്ങിച്ചു. അതിനകത്തൊരു 45 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ തുടർന്ന് അതിനുവേണ്ടി ഇപ്പോൾ നിലവിൽ ഒരു അജൈവ മാലിന്യങ്ങൾ MCFലേക്ക്, വാർഡിൽ നിന്ന് MCFലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഒരു വണ്ടി 9,36,000 രൂപ മുടക്കി ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അന്നേരം തുടർന്നും ഉള്ള പ്രവർത്തനങ്ങളിൽ അത് പൂർണ്ണമായിട്ടും 100% ആക്കാം. അതുപോലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ 100% യൂസർ ഫീസും കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഓരോരുത്തരും 5 ലക്ഷം രൂപ വരെ നമുക്ക് യൂസർ ഫീസ് കിട്ടുന്നുണ്ട്. ഓരോരുത്തരും 15,000-ന് മുകളിലും താഴെയുമായിട്ട് വരുമാനം സ്ത്രീകൾ 46 പേര് അതിനായിട്ട് പ്രവർത്തിക്കുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഈ 5 വർഷവും പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു? റോഡ് വികസനത്തിന് നല്ല ശക്തമായ ഒരു ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ജൽജീവൻ എന്ന് പറയുന്ന കുടിവെള്ളവുമായിട്ട് ഏറ്റവും പ്രധാനമാണല്ലോ കുടിവെള്ളം. അത് റോഡ് പോയാലും സാരമില്ല, എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ആ ഒരു പദ്ധതി ഏറ്റെടുത്തത്. പക്ഷേ അത് 2022 എടുത്തപ്പോൾ മുതൽ തന്നെ നമ്മൾക്ക് അതൊരു പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. കാര്യം അത് പഞ്ചായത്തിൻ്റെ കുഴപ്പമല്ല, വാട്ടർ അതോറിറ്റിയാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് വന്ന കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ റോഡുകളും 2 വാർഡ് ഒഴികെ ബാക്കി എല്ലാ റോഡുകളും ജൽജീവൻ വേണ്ടി പൊട്ടിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും റീസ്റ്റോർ ചെയ്യാനുള്ള ഫണ്ടും നമ്മൾ ആ വകുപ്പിൽ 20 കോടിയോളം വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് പദ്ധതി എങ്ങനെയാണ്? ലൈഫ് പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ പോകുന്നു. 200 എത്ര അപേക്ഷ ലഭിച്ചു ലൈഫ് പദ്ധതി പ്രകാരം?
ലൈഫ് പദ്ധതി പ്രകാരം വീടും സ്ഥലവും കൂടി 63 പേർക്ക് കൊടുത്തു. ഭവന പദ്ധതി 209, ആകെ 272 പേർക്ക് കൊടുത്തു. 7,26,59,325 രൂപ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 5 വർഷം കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം അതുപോലെ തന്നെ വീട് മെയിൻ്റെനൻസിന് കൊടുത്തിട്ടുണ്ട്. 2020-21 ഞങ്ങൾ കയറുന്നത്. ആ വർഷം തന്നെ നമുക്ക് ഈ വികസന ഫണ്ട് 100% ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ കയ്യിൽ നിന്ന് നമുക്ക് അവാർഡും ഒക്കെ വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ SC ഫണ്ട് ഉപയോഗിച്ച് അതും 100% എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട് അത് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും പഞ്ചായത്ത് ഇടപെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. ഓക്കെ, അങ്ങനെയൊക്കെ തിരിച്ചു വരാം. അടുത്തതായി പ്രതിപക്ഷം ശാലിനി തോമസിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു ഒരുവിധം എല്ലാ മേഖലകളിലും നല്ല പ്രവർത്തനം, നല്ല വികസനം കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ ഒരു 5 വർഷ കാലഘട്ടത്തിലെ പനച്ചിക്കാട് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്? പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കി കാണുമ്പോൾ നിങ്ങളിപ്പോൾ തന്നെ പ്രസിഡന്റിനോട് ചോദിച്ചു എടുത്തു പറയത്തക്ക എന്തെങ്കിലും ഒരു പദ്ധതി ഈ പഞ്ചായത്തിൽ നടപ്പാക്കിയതായിട്ട് പറയാനുണ്ടോ? പക്ഷേ ദൗർഭാഗ്യവശാൽ ഒന്നും തന്നെ പ്രസിഡന്റിന് സൂചിപ്പിക്കാനില്ലായിരുന്നു. പ്രസിഡന്റ് സൂചിപ്പിച്ച ഒരു കാര്യം നമ്മുടെ സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയാണ്. ഹരിത കേരളം മിഷൻ എന്ന് പറയുന്നത് LDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കിയ എല്ലാ പരിപാടികളും തന്നെ ചോർന്നു പോകാതെ ഇവിടെ നടപ്പാക്കാൻ നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. കാരണം ശുചിത്വ മിഷൻ്റെ ഫണ്ട് ഇനത്തിൽ നമ്മുടെ പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ള ഏതാണ്ട് 23,79,011 രൂപ ലാപ്സാക്കി കളയുകയാണ് നമ്മുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് തന്നെ. കാരണം ഇവിടത്തൊക്കെ തന്നെ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, മാലിന്യമുക്തം എന്ന് നമുക്കൊരിക്കലും അവകാശപ്പെടാൻ കഴിയില്ല. പിന്നെ പ്രസിഡന്റ് ലാസ്റ്റ് പറഞ്ഞിടത്തുനിന്ന് തന്നെ തുടങ്ങാം. പ്രസിഡന്റ് ആദ്യം പറഞ്ഞു 2020-21 അവാർഡ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. കാരണം 2020 ഡിസംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഇവിടെ LDF ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ആ LDFിൻ്റെ ഭരണസമിതി ഡിസംബർ മാസം കൊണ്ട് തന്നെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തങ്ങളുടെ ഫണ്ടുകൾ പൂർത്തിയാക്കുന്ന തരത്തിൽ ഉത്തരവാദിത്തപൂർണ്ണമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ട് ഡിസംബർ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഗണ്യമായ ഒരു വിഭാഗം ഫണ്ട് ചെലവഴിക്കുവാൻ കഴിഞ്ഞു. അതിൻ്റെ സമ്മാനം അവർക്കാണ്. ഡിസംബർ കഴിഞ്ഞു പോയി, മാർച്ചിലേക്കാണ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ട്രോഫി വാങ്ങാൻ ഇടയായത് ഇപ്പോൾ സംസാരിച്ച നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനാണ് എന്നുള്ളത് ഒഴിച്ചാൽ പിന്നീട് 4-5 വർഷം ഉണ്ടായിരുന്നല്ലോ. ഏതെങ്കിലും ഒരു വർഷം നമ്മുടെ പഞ്ചായത്തിന് ഇത് തുക ചെലവഴിക്കാൻ പോട്ടെ, മാർച്ച് മാസത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പഞ്ചായത്തുകളുടെ ലിസ്റ്റ് വരുമ്പോൾ നമ്മുടെ കോട്ടയം ജില്ലയിലെ 72 പഞ്ചായത്തുകളിൽ 68 ഈ സ്ഥാനത്താണ് നമ്മുടെ പഞ്ചായത്ത് നിലനിന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഒരുപാട് ലാപ്സായിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് ഏതാണ്ട് ഓരോ വർഷവും 40 മേഖലയിലാണ് എല്ലാ മേഖലയിലും. ജനറൽ വിഭാഗത്തിൽ ഏതാണ്ട് 2 കോടിയിൽ പരം, പട്ടികജാതി വിഭാഗത്തിൽ 43 ലക്ഷത്തിൽ പരം രൂപ, പട്ടികവർഗ വിഭാഗത്തിൽ 33,000-ൽ പരം രൂപ, റോഡുകളുടെ വിഭാഗത്തിലാണെങ്കിൽ 63 ലക്ഷത്തിൽ പരം രൂപ, അതുപോലെ മെയിൻ്റനൻസ്, ഇങ്ങനെ ഏതാണ്ട് 11 കോടിയിൽ പരം രൂപ നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള തുകയിൽ 40% തുക ലാപ്സാക്കി കളയുകയാണ് നമ്മുടെ പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. ഉത്തരവാദിത്വപരമായി ഈ കാര്യങ്ങളെ സമീപിക്കുവാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത. ഇതൊക്കെ ഞങ്ങൾ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഓക്കെ, തിരിച്ചു വരാം. അടുത്തതായി BJP പ്രതിനിധിയിലേക്ക് കടക്കുകയാണ് ജയം കല്ലുങ്കൽ. ഇപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഏതൊക്കെ മേഖലയിൽ വികസനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പ്രതിപക്ഷം ഏതൊക്കെ മേഖലയിൽ ഫണ്ട് ലാപ്സാക്കി, അതുപോലെ തന്നെ വികസനം കൊണ്ടുവന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. BJP പ്രതിനിധി എന്ന നിലയിൽ ഈ കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിലെ പനച്ചിക്കാട് പഞ്ചായത്തിന്റെ വികസനം എങ്ങനെ നോക്കിക്കാണുന്നു? ശരിക്കും ഞാൻ പനച്ചിക്കാട് 6ാം വാർഡ് മെമ്പറാണ്. പക്ഷെ എൻ്റെ വാർഡ് ഞാൻ താമസിക്കുന്ന 7ാം വാർഡിലാണ്. അവിടേക്ക് പലപ്പോഴും പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പരിചയപ്പെടുത്തും, ഇത് മെമ്പറാണ്. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത് പറയും ഞാൻ ഇവിടുത്തെ അല്ല, 6ാം വാർഡിലെയാണ്. എന്നുവെച്ചാൽ ഇവിടുത്തെ മെമ്പറാണെന്ന് പറയാൻ സാധിക്കില്ല. എന്നുവെച്ചാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട വളരെയേറെ വാഹന സൗകര്യ യാത്ര ഇത് പോകേണ്ട വഴി ഏറ്റവും മോശമായ അവസ്ഥയിലാണ്. എനിക്ക് തോന്നുന്നത് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മോശം റോഡാണ്. 2 റോഡുണ്ട്. അപ്പം അത് മാത്രം മതി. എന്നുവെച്ചാൽ അത് അവിടുത്തെ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയാണ്, അവിടെ ഭരിക്കുന്നത് കോൺഗ്രസിൻ്റെ പഞ്ചായത്താണ്. പക്ഷേ അവിടെ ആ ഒരു വികസനം പോലും, അതിനു പോലും സ്വന്തം വാർഡിൽ സ്വന്തം മെമ്പർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു സംവിധാനമാണ് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ. അപ്പോൾ സ്വാഭാവികമായിട്ട് വികസനം എവിടെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
അപ്പോൾ അത്ര മോശമായ ഒരു സാഹചര്യം പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ സംവിധാനങ്ങൾ കൊണ്ട് അതിന് മറച്ചു പിടിക്കാൻ സാധിക്കില്ല. കൃത്യമായ ഇതാണ് നമുക്ക് നേരിട്ട് കാണാം. റോഡുകളിൽ മാത്രമാണ് വികസനം എത്താത്തത്? അല്ല, റോഡുകളിൽ മാത്രമല്ല. ഇപ്പം ശരിക്കും നമ്മുടെ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ ഒരു ജനസേവന കേന്ദ്രമുണ്ട്. പല പ്രാവശ്യമായിട്ട് അതിനെതിരെ പ്രതികരിച്ച ആളാണ് ഞാൻ. അപ്പോൾ ശരിക്കും ഇപ്പം കഴിഞ്ഞ ദിവസം അതൊന്ന് തുറക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സും കൂടെ സന്തോഷിച്ചു. അടുത്ത പ്രോഗ്രാം വന്നു. പക്ഷേ പിന്നീട് ആ മനസ്സിലായി ആക്രി വെറുക്കാനായിട്ട് ആൾക്കാരെ അവിടേക്ക് കൊണ്ടുവന്നതാണെന്നാണ് വെച്ചാൽ അതിനു വേണ്ടി തുറന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ 2-3-4 വർഷമായി നിലനിൽക്കുന്ന ഒരു സ്ഥാപനം, ജനസേവന കേന്ദ്രം, അത് ഇതുവരെ തുറക്കാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ആദ്യം ഈ പ്രധാനമായിട്ടുള്ളൊരു വിഷയം തെരുവിളക്കുകളാണ്. അതിന് തുടക്കത്തിൽ ഇവിടുത്തെ ഒരു സെക്രട്ടറി അരുൺ സാർ, അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം ഒരു പദ്ധതി വെച്ചു, എല്ലാ സ്ട്രീറ്റ് ലൈറ്റും ഉണ്ടാവണം. എന്ന് വെച്ചാൽ അതിനു മുമ്പ് ആ സമയത്തൊക്കെ പരാതി ഏറ്റവും കൂടുതൽ അതായിരുന്നു. പക്ഷേ അവിടെ ഞാനും ഉൾപ്പെടെയുള്ള ടീം പോയിട്ടാണ് ആ വാഹനം, ഒരു ഇലക്ട്രിക് വാഹനമൊക്കെ സെറ്റ് ചെയ്ത് അതിനുള്ള സംവിധാനങ്ങൾ നടന്നത്. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു 3 വർഷമായിട്ടുണ്ട് അത് കട്ടപ്പുറത്താണ്. അപ്പം അങ്ങനെ ഒരു സംവിധാനത്തിന് പോലും ആ ഒരു മാറ്റം വരുത്താനായിട്ട് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് വളരെ വലിയ യാഥാർത്ഥ്യം തന്നെയാണ്. ചില വികസനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന കണക്കുകളിൽ, ഇപ്പം പറയുന്ന കണക്കുകളിൽ ഏറ്റവും രസകരമായ സംഗതി കണക്കുകൾ മാത്രമേ ഉള്ളൂ. അത് കിട്ടുന്ന ഫണ്ട് വെച്ചിട്ടല്ലാതെ മുമ്പ് ശാലിനി ടീച്ചർ പറഞ്ഞ പോലെ പുതിയൊരു സംവിധാനം എന്താണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ചെയ്യാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെയാണ് ജലജീവൻ മിഷൻ പദ്ധതിയെ പറ്റി പറഞ്ഞു. എനിക്ക് തോന്നുന്നു ശരിക്കും പനച്ചിക്കാട് പഞ്ചായത്തിലെ 23 മെമ്പർമാരും വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരികയാണ് എന്ന് ആഘോഷിച്ച് സന്തോഷിച്ചതാണ്. പക്ഷേ ആ സംവിധാനങ്ങൾ എല്ലാ വാർഡുകളിലെയും കടന്നു പോകുന്ന സമയത്ത് അതിലൊരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാവണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് നടന്നിട്ടില്ല. അത് വാട്ടർ അതോറിറ്റിയും ഈ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണ സംവിധാനവും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അതൊന്നും ചെയ്യാതെ വന്നിട്ട് അവസാനം ഈ റോഡുകൾ മുഴുവൻ കുഴിച്ച് നശിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതിഷേധമായിട്ട് വന്നു. ആ സമയത്ത് എനിക്ക് തോന്നിയത് ഈ പ്രോജക്റ്റ് മുമ്പോട്ട് വന്ന് ഗംഭീരമായ സമയത്ത് പ്രധാനമന്ത്രിയുടെ ഫ്ലെക്സ് ചിലയിടങ്ങളിലൊക്കെ ഉയർന്നതിൻ്റെ ഫലമാണെന്ന് തോന്നി ഈ പ്രോജക്റ്റ് നശിപ്പിച്ചതെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും നല്ലൊരു പദ്ധതി, എല്ലാ വീടുകളിലും കുടിവെള്ളം എന്നൊരു ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഏറ്റവും ശ്രേഷ്ഠമായൊരു പദ്ധതിയെ എങ്ങനെ തുരങ്കം വെച്ച് നശിപ്പിക്കാമെന്നത് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിന് ഇരുപക്ഷവും ഒരു പക്ഷം മാത്രമല്ല ഇരുപക്ഷവും അതിന് കുറ്റക്കാർ തന്നെയാണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് ഈ ഫ്ലെക്സ് വന്നപ്പോഴത്തേന് ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ നരേന്ദ്രമോദിക്ക് വരുമോ എന്നുള്ളതുകൊണ്ടായിരിക്കാം ഭരിക്കുന്ന ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മന്ത്രിക്ക് ഈ പദ്ധതിയെ തുരങ്കം വെച്ചാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ ഏതാണ്ട് 77 കോടി രൂപയുടെ പദ്ധതി, അതിൻ്റെ എന്തെങ്കിലും ഒരു വിവരാവകാശം വെച്ചാൽ ഈ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൽ മറുപടി കിട്ടത്തില്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ല. പക്ഷേ ഈ വാട്ടർ അതോറിറ്റിയുടെ ഫണ്ട് ഇപ്പം തന്നെ അറിയാം, നമ്മുടെ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് അതിൻ്റെ നമ്മുടെ യാർഡ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു പ്രോജക്റ്റ് നല്ലൊരു പ്രോജക്റ്റ് നശിപ്പിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണം നമുക്കിവിടെ കാണാം. ഓക്കെ, അടുത്ത അങ്ങയിലേക്ക് തിരിച്ചു തന്നെ വരാം. അടുത്തതായി LDF പ്രതിനിധി അഡ്വക്കേറ്റ് വിവേക് മാത്യു. ഈ പഞ്ചായത്തിൽ ഇപ്പോൾ നമ്മൾ ഇവരുടെ എല്ലാം വാദഗതികളെല്ലാം കേട്ടു. ഈ പഞ്ചായത്തിൽ വികസനം നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ മേഖലകളിൽ? എന്താണ് അങ്ങയുടെ ഒരു അഭിപ്രായം? വികസനം പ്രസിഡന്റിന്റെ വാക്കുകളിൽ മാത്രമാണ്. മറ്റൊരു മേഖലയിലും വികസനമില്ലാത്തൊരു പ്രദേശമാണ്. അത് ഇന്ന് വൈജ്ഞാനിക ലോകം നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സർക്കാരിൻ്റെ സൈറ്റുണ്ട്. ആ സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ 4.5 കോടി രൂപയാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് അലോക്കേഷൻ വന്നേക്കുന്നത്. ആ 4.5 കോടി രൂപയിൽ 3.25 കോടി 3 കോടി 60 ലക്ഷം രൂപ മാത്രം നടപ്പിലാക്കിയ ഒരു പഞ്ചായത്താണ് പനച്ചിക്കാട് പഞ്ചായത്ത്. അതായത് 40% ഫണ്ട് ലാപ്സാക്കി കളഞ്ഞ ഒരു പഞ്ചായത്താണ്. 40% ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫണ്ട് ലഭിക്കുന്നത് ധനകാര്യ കമ്മീഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? ടൈഡും അൺടൈഡുമായിട്ടാണ് ഫണ്ട് കൊടുക്കുന്നത്. 2 മേഖലയിലാണ് ഫണ്ട് കൊടുക്കുന്നത്. ജനങ്ങളുടെ ശുചിത്വം, പൊതു റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ റോഡുകളുടെ അവസ്ഥ അതിന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പ്രസിഡന്റ് ഇവിടെ കൊട്ടിഘോഷിച്ച് പറഞ്ഞ ശുചിത്വ മേഖല, ഈ ക്യാമറയൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തെരുവോരങ്ങളിൽ ഈ പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിലേക്ക് നോക്കിയാൽ എന്താണ് ഇവിടുത്തെ ശുചിത്വ അവസ്ഥ അറിയാം. കഴിഞ്ഞ ദിവസം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് കെട്ടിടവും തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ജൽജീവൻ മിഷൻ്റെ ഒരു BGയുടെ ഓഫീസ്, ആ ഓഫീസ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഫയലുകളാകെ വെള്ളക്കെട്ടിനകത്ത് കിടക്കെ ഒഴുകുകയാണ്. ഈ പാവപ്പെട്ടവൻ്റെ ജീവിതമാണ് ഈ ഫയലുകൾക്കകത്ത് ഒഴുകി നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവിടെ ജനസമ്പർക്ക ഒരു ഓഫീസ് തുടങ്ങുന്നു. 4.5 ലക്ഷം രൂപ കൊടുത്ത് ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വലിയ സന്തോഷമായിരുന്നു ആ ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ. എന്തായിരുന്നു ആ ഓഫീസിൻ്റെ അവസ്ഥ? നമുക്കറിയാം, സാധാരണക്കാരൻ്റെ ഒരു കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അവിടെ പഞ്ചായത്തിനകത്ത് കെട്ടിട നിയമ ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങൾ പ്രകാരം ദൂരം പറയും, എത്ര ദൂരം അടി മാറി വേണം കെട്ടിടം നിർമ്മിക്കാൻ. അതെല്ലാം കാറ്റിൽ പറത്തി അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു ഓഫീസ് ഞങ്ങളെല്ലാവരും സഹകരിച്ചു. അതിനോട് ആ ഓഫീസ് വന്നപ്പോൾ ജനങ്ങളുടെ പൊതുവായ ആവശ്യമാണെന്ന് കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും സഹകരിച്ചു.
എന്തേ ഈ കഴിഞ്ഞ ദിവസം ആക്രി പെറുക്കാൻ വേണ്ടി മാത്രം ആ ഓഫീസ് തുറക്കുന്ന അവസ്ഥയുണ്ട്. ഇപ്പോൾ ഇവിടെ 7-ാം വാർഡിൽ നിങ്ങൾ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഈ സദസ്സ് നടക്കുന്നത് 7-ാം വാർഡിലാണ്. അപ്പോൾ 7-ാം വാർഡിൻ്റെ അതിർത്തിയിലാണ്. മനുഷ്യൻ കുഴിയിൽ വീണ് മരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മനുഷ്യൻ കുഴിയിൽ വീണ് മരിക്കുകയാണ്. മനുഷ്യൻ പരസ്യമായി ഫ്ലെക്സ് ബോർഡുകൾ വെക്കുകയാണ്. വാഹനം ഓടില്ല. ഈ പരുത്തുംപാറ ജംഗ്ഷനിലെ ഒരു ഓട്ടോറിക്ഷക്കാരൻ വൈകുന്നേരങ്ങളിൽ ഒരു ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് എത്തില്ല. എന്താ പറയുന്നത്? ഈ ജലജീവൻ മിഷന്റെ പേരിൽ പൊളിച്ച റോഡുകളാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, എന്താ ഒരു മോണിറ്ററിംഗ് അതോറിറ്റി വേണം, ഇത് തിരികെ റീറ്റെയർ ചെയ്യണം. മനുഷ്യൻ്റെ ജീവനെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇവിടെ ഇനി നിങ്ങൾ തിരിച്ചു വന്നപ്പോൾ നിങ്ങളുടെ ചാനൽ ചർച്ചകൾ ഒന്ന് ക്യാമറ കണ്ണുകളൊന്ന് ഓൺ ചെയ്ത് വെക്കണം. 2020 തരിശുരഹിത കൃഷിഭൂമിയുള്ള പഞ്ചായത്തായി കോട്ടയം ജില്ലയും കോട്ടയം ടൗണുമായി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തരിശുരഹിത മുഴുവൻ മേഖലയിലും കൃഷി എത്തിച്ച ഒരു പഞ്ചായത്ത്. ഇന്ന് ഈ പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ 30%-ലധികം 30% മാത്രമേ കൃഷി നടക്കുന്നു. ബാക്കി 70%-ഓളം കൃഷി ഇല്ലാതെ കിടക്കുകയാണ്. എവിടെയാണ് ഇവിടുത്തെ ഒരു ട്രാക്ടർ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് കൃഷിക്കാരെ സഹായിക്കാൻ നമുക്ക് ട്രാക്ടർ വേണം അല്ലേ? ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് അലോട്ട് ചെയ്തു. ആ പദ്ധതി ഉള്ളപ്പോൾ എവിടെയാണ് ട്രാക്ടർ നടക്കുന്നത്? എവിടെയോ ഒരു പരിസരത്ത് ഏതോ ഒരു കേന്ദ്രത്തിൽ തുരുമ്പടിച്ച് നശിച്ചു കിടക്കുന്നു. ഇവിടുത്തെ കർഷകൻ ഫണ്ടില്ലാതെ, ഇവിടുത്തെ കർഷകൻ കൃഷി ചെയ്യാൻ സൗകര്യമില്ലാതെ, റോഡില്ലാതെ. നീ ഇത് പൊതുനിരത്തിലൂടെ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ല. അതിനെന്താ വിശദീകരണം പറയുന്നത്? അതിന് ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് സഹായിച്ചില്ല, ജീവനക്കാരുടെ ഭാഗത്തെ കുഴപ്പമാണ്. ആ ജീവനക്കാരുടെ ഭാഗത്തെ കുഴപ്പമാണെങ്കിൽ എന്തായിരുന്നു ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്വം? അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു മാൻഡമസ് റിട്ട് കൊടുക്കാമല്ലോ. ഞങ്ങൾക്ക് ഇന്ന ഫണ്ട് ലഭിച്ചില്ല, ഞങ്ങൾ സമരം ചെയ്തല്ലോ. അപ്പോഴെങ്കിലും ഒരു സമരം ചെയ്യുമ്പോൾ അവിടെ റിട്ട് ഹർജി കൊടുത്തിട്ട് പറയാണ് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഇന്ന നിയമം, ഇന്ന തസ്തിക, ഇന്നയാളിനെ നിയമിക്കണം. ഇതൊന്നും ചെയ്യാതെ ജനം വഴിയിൽ കുഴിയിൽ വീണ് മരിക്കുമ്പോൾ അതിന് ആക്ഷേപമായി നിന്നിട്ട് എന്താണ് പറയാനുള്ളത്? ഇവിടെ ആകെ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ UDF-ന്റെ ഭരണസമിതി ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങയിലേക്ക് തിരിച്ചു വരാം. അടുത്തതായി UDF പ്രതിനിധി ടി അലക്സിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ എല്ലാ പാർട്ടികളും എല്ലാ പ്രതിനിധികളും പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടു. ചില മേഖലകളിൽ, അതായത് ഫണ്ട് ലാപ്സാക്കിയതടക്കം ചില മേഖലകളിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു 5 വർഷക്കാലത്തെ നോക്കിക്കാണുന്നത്? ഈ ഫണ്ടുകൾ ലാപ്സാക്കിയതിനെ കുറിച്ച് ഞങ്ങളിവിടെ വലിയ പ്രക്ഷേപം നടത്തിയതാണ്. UDF-ന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷേപ സമരങ്ങൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, ഐക്യജനാധിപത്യയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയതാണ്. ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നില്ല, എഞ്ചിനീയർ ഇല്ല. 6 മാസമായി എഞ്ചിനീയർ ഇല്ലായിരുന്നു. 3 മാസമായി എയുടെ ഓഫീസ് പൂട്ടിക്കിടന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരെ എതിർക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനമല്ല UDF പ്രസ്ഥാനം പലിച്ചക്കാട് ഭരണസമിതി ഇരിക്കുന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റി UDF-ന്റെ ഭരണസമിതിയെ മുറുക്കി പിടിക്കുന്ന സാഹചര്യമാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഉണ്ടായത്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവർ ഈ നമ്മുടെ സുഹൃത്ത് വിവേക് ബാത്തി പറഞ്ഞതുപോലെ 7-ാം വാർഡിൽ ഒരു റോഡ് മാത്രമാണോ? 8-ാം വാർഡിൽ റോഡ് കിടപ്പില്ലേ? 10-ാം വാർഡിൽ റോഡ് കിടപ്പില്ലേ? അത് കോൺഗ്രസിന് മെമ്പർമാർ തന്നെയല്ലല്ലോ. അപ്പോൾ ഇത് പല വാർഡുകളിൽ കിടപ്പുണ്ട്. അതിൻ്റെ എല്ലാം കാരണം ഭരണസമിതിയല്ല, ഉദ്യോഗസ്ഥന്മാരെ തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റി ഈ ഭരണസമിതിയെ മോശമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേലധികാരികൾ ശ്രമിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ വീഴ്ചയാണ്. ഞങ്ങളിവിടെ ദിവസങ്ങളോട് ഒരു ദിവസം മെമ്പർമാർ നീണ്ടു നിൽക്കുന്ന ഉപവാസ സമരം നടത്തിയതാണ്. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അതിനെ ഒന്നും മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ശാലി തോമസിനറിയാം, മെമ്പർക്കറിയാം. ഈ ഇവിടെ സെക്രട്ടറിയെ തല്ലാൻ പിടിച്ചു. ഇവിടെ പഞ്ചായത്ത് കമ്മിറ്റി നടക്കുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്യാൻ ഇവിടുത്തെ CPM-ൽ ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഒരു മെമ്പർ കയ്യേറ്റം ശ്രമിച്ചു. അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടി നേരെ അദ്ദേഹം ലീവ് കൊടുക്കാൻ കോട്ടയത്തേക്ക് പോയി. പഞ്ചായത്തിൻ്റെ വണ്ടിയിൽ ശ്രീമതി ശാലി തോമസ് അടക്കം, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം, എബിസൻ അടക്കം അദ്ദേഹത്തിൻ്റെ അവധി പിൻവലിക്കാൻ കോട്ടയത്ത് ഓഫീസിൽ പോയിട്ട് അദ്ദേഹം അവധി പിൻവലിക്കാതെ അദ്ദേഹം അവധിക്ക് പോയി. പഞ്ചായത്ത് സെക്രട്ടറി ഇല്ല, പഞ്ചായത്ത് സെക്രട്ടറി ഓടിക്കുന്നു. എന്താ കാണിക്കുന്നത്? എന്നിട്ട് ഇതെല്ലാം വികസന UDF-ന്റെ കുഴപ്പമാണ്. ഉദ്യോഗസ്ഥന്മാരില്ലാതെ ഏതൊരു വികസന പ്രവർത്തനം നടക്കുമോ? എവിടെയെങ്കിലും നടക്കുമോ? ജീവനക്കാരുടെ അഭാവമാണോ ഈ വികസനം നടക്കാതെ പോയതിന്റെ കാരണം? ഞാൻ പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട ടി അലക്സ് ഈ സൂചിപ്പിച്ച ഒരു വിഷയം, അതായത് ജീവനക്കാരുടെ പ്രശ്നം നമ്മുടെ പഞ്ചായത്തിൽ വന്നപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷം പ്രതിപക്ഷം എന്നൊന്നുമില്ല. പഞ്ചായത്ത് ഭരണസമിതി എന്നാണ് അറിയപ്പെടുന്നത്. പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം 23 മെമ്പർമാരും കൂടി ഒരു തീരുമാനമെടുത്തു. ജീവനക്കാരുടെ
ആ അഭാവം, അസൗകര്യങ്ങൾ പരിശോധിക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടി തിരുവനന്തപുരത്ത് പോയി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ കാണാം. അതല്ല എങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മാസാമാസങ്ങളിൽ ഇവിടെ അദാലത്ത് നടത്താറുണ്ട്. ആ അദാലത്തിൽ നമുക്ക് പോയി സംബന്ധിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരാരും അതിന് വഴങ്ങിയില്ല. ഇവരുടെ ആ വികസന മുരടിപ്പിനെ LDFിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള തന്ത്രം എന്ന നിലയിൽ അതിന് ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയും. പഞ്ചായത്ത് ബന്ധപ്പെട്ട TLXന് അത് അറിഞ്ഞുകൂടാ. പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതാണ്. 23 മെമ്പർമാരും കൂടി ഒരു വാഹനത്തിൽ തിരുവനന്തപുരത്ത് പോയി ബഹുമാനപ്പെട്ട മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും അടക്കം കാണണമെന്ന്. പക്ഷേ പിന്നീട് അതിൻ്റെ ഫോളോ അപ്പിനടക്കം ഇവർ തയ്യാറാകാത്ത ഒരു കാര്യം. കാരണം മാറി നിന്നാൽ മതിയല്ലോ, കുറ്റം പറഞ്ഞ് മാറി നിൽക്കാമല്ലോ എന്ന രീതിയിലേക്ക് മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തോട് ഒരു പ്രസിഡന്റ് എന്താണ് പറയാനുള്ളത്? മറുപടി ശാലിനി മെമ്പർ പറഞ്ഞത് തെറ്റാണ്. കാരണം ഭരണസമിതി അങ്ങനെ തീരുമാനിച്ചിരുന്നു. പക്ഷേ മന്ത്രിയുടെ സൗകര്യം നോക്കാൻ CPMന്റെ മെമ്പറിനെയാണ് ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെയാണോ? മന്ത്രി CPMന്റെ പ്രതിനിധിയാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പ്രസിഡന്റ് ഒന്ന് പറയട്ടെ, ഒന്ന് വെയിറ്റ് ചെയ്യും. എന്നിട്ട് അവരത് മൈൻഡ് ഇപ്പം അത് പറയുന്നു. പല കാര്യങ്ങളും പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച് പ്രക്ഷോഭം അല്ലെങ്കിൽ എന്തെങ്കിലും നടത്തുമ്പോൾ ഇവരങ്ങ് മാറിക്കളയുകയാണ് ചെയ്യുന്നത്. പഞ്ചായത്തിൻ്റെ ഭരണസമിതി അല്ലെ ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് ഇത് എങ്ങനെ വേണേലും നടത്താൻ, അല്ലാതെ എവിടെ വേണേലും പോകാൻ, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. ഈ ഓഫീസിന് ഉദ്യോഗസ്ഥരില്ലാഞ്ഞിട്ട് കളക്ടറേറ്റിൽ വരെ പോയി ഞങ്ങൾ സമരം ചെയ്തതാണ്. വാട്ടർ അതോറിറ്റി പോയി സമരം ചെയ്തതാണ്. പലപ്പോഴും തീരുമാനിച്ചിട്ട് പിന്മാറിയത് ഇവർ തന്നെയാണ്. ഞാൻ എൻ്റെ കയ്യിൽ രേഖയുണ്ട്. പല സ്ഥലത്തും മന്ത്രിയെ കണ്ട് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെന്നതിൻ്റെ. ഞാൻ പല മെമ്പർമാരുടെ അടുത്തും പോയി നമുക്കതിന് പരിഹരിക്കണം, നിങ്ങളും കൂടെ വരണം, മന്ത്രിയെ കാണാൻ പോകാം. അവരാരും അനങ്ങിയില്ല. അന്നേരം കോൺഗ്രസ് ഇങ്ങനെ തന്നെ പോട്ടെ എന്നാണ് വിചാരിച്ചത്. ഒറ്റ സബ്മിഷനുള്ളൂ. ഈ ചർച്ചയുടെ തുടക്കം തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധിയും പഞ്ചായത്ത് പ്രസിഡന്റും ഈ പഞ്ചായത്ത് ഭരണസമിതി പരിപൂർണ്ണ പരാജയമാണെന്നുള്ളത് അംഗീകരിച്ചത് ഈ നാട്ടിലെ മുഴുവൻ ജനത്തിനും വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ യാഥാർത്ഥ്യം മുൻപേ അവർ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ സംസാരിച്ച കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇട്ടി സാറ് ഇവിടെ പറഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല, അതെല്ലാം ജീവനക്കാരുടെ കുഴപ്പമാണ്. ഇപ്പോഴും എൻ്റെ ചർച്ചയിൽ ഞാൻ ആദ്യം വെച്ച എൻ്റെ സബ്മിഷൻ അവിടെ നിൽക്കുന്നു. എങ്കിൽ നിങ്ങൾക്കൊരു ഹർജിയുമായി പോകാമായിരുന്നു. നിങ്ങൾ നിരന്തരമായി ഹൈക്കോടതിയിൽ പോകുന്ന ആളുകളാണ്. നിങ്ങൾ സംസ്ഥാനത്ത് പ്രതിപക്ഷമാണ്. നിങ്ങൾക്ക് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാം. നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ മാൻഡമസ് എന്ന് പറയുന്ന, ഞാൻ അഭിഭാഷകനാണല്ലോ പറഞ്ഞത്, മാൻഡമസ് എന്ന് പറയുന്ന ഒരു റിട്ട് ഹർജി കൊടുക്കുന്നതിൽ എന്തായിരുന്നു ഒരു നിയമ തടസ്സം? വളരെ രസകരമാണ്. എന്ന് വെച്ചാൽ ഇരു കൂട്ടരും, ഞാൻ അങ്ങനെ തന്നെ പറയും, മുമ്പ് പറഞ്ഞ പോലെ തന്നെ വികസനം എന്ന വിഷയത്തെപ്പറ്റി ഒരു തരത്തിലും ഈ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. അതിന് ഭരണസമിതിയോടൊപ്പം തന്നെ ഇടതുപക്ഷവും സപ്പോർട്ട് തന്നെയാണ്. എന്നുവെച്ചാൽ വികസനം ശരിക്കും ഇനി ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ള കാര്യം എങ്ങാനും ഭരണപക്ഷം ജീവനക്കാരുടെ അഭാവം, ഇത് ശരിക്കും പറഞ്ഞാൽ പല സമയത്ത് അവസാന സമയത്ത്, അതായത് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ട്രാൻസ്ഫർ വന്നുകൊണ്ടിരിക്കുന്നത്. ജീവനക്കാർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇവിടുന്ന് അടുത്തടുത്തേക്ക് ട്രാൻസ്ഫർ പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ്, ലാസ്റ്റ് സമയത്താണ് അധികം നിലവിൽ ഒരു 6 മാസമെങ്കിലും പൂർണ്ണമായിട്ട് ഇവിടെ ജീവനക്കാർ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് സെക്ഷനിൽ. ബാക്കി എനിക്ക് തോന്നുന്നത് 2 വർഷം ഒരു വർക്ക് ഇവിടെ നടന്നിട്ടില്ല. എന്നുവെച്ചാൽ ഒരു പദ്ധതിയും ഇവിടെ നടക്കാത്ത വാർഡുകളുണ്ട്. അപ്പൊ ഈ ഒരു ജീവനക്കാരുടെ അഭാവം നേരിട്ടു, അതുകൊണ്ട് വർക്കുകൾ ജീവനക്കാരുടെ അഭാവം നേരിട്ടതിൽ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെയും കരങ്ങളുണ്ടെന്ന് തന്നെ ഞങ്ങൾ പറയും. ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ അങ്ങനെ ഒരു സംവിധാനം വരികയാണെങ്കിൽ, ട്രാൻസ്ഫർ വരികയാണെങ്കിൽ തന്നെയും പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇതിന് എങ്ങനെയെങ്കിലും മാറ്റി, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനം മുരടിച്ചു പോകുന്നു. പക്ഷെ ആ വിഷയത്തിൽ എങ്ങും ഇടപെടാതെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന പരിപാടി മാത്രമേ ഉള്ളായിരുന്നു. ചെളിവാരി എറിയുന്ന പറയുന്ന പ്രതിനിധി പറഞ്ഞു. പക്ഷേ ഈ സമയത്ത് ഞങ്ങൾ ഒരു അവിശ്വാസ പ്രമേയം ഈ പഞ്ചായത്തിനെതിരെ ഞങ്ങൾ കൊണ്ടുവന്നു, ഇടതുപക്ഷം. ഇപ്പോൾ ബഹുമാനപ്പെട്ട BJPയുടെ മെമ്പർ പറയുകയാണ് ഞങ്ങൾ ഒന്നിച്ചാണ്. പക്ഷേ ഇടതുപക്ഷം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കെടുക്കുന്ന ആ കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ മാറി നിന്ന് സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. ആ കമ്മിറ്റി യോഗത്തിൽ പോലും പങ്കെടുക്കാതെ മാറി നിന്നവരാണ് ഇവരെ BJPയുടെ നിലപാടാണത്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആരും സപ്പോർട്ട് ചെയ്യണം? ചർച്ചയ്ക്ക് പോലും പങ്കെടുക്കാതെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നില്ല. എന്തുകൊണ്ട് ഇവരെ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കണം. ചുമ്മാ ചർച്ച ഉണ്ടാക്കി എല്ലാ ചർച്ചയിലെ പോലെ ചർച്ചയിൽ ഉദ്യോഗസ്ഥന്മാരെ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്ന സംസ്ഥാന സർക്കാരാണോ? ഉദ്യോഗസ്ഥന്മാരെ അത് സമ്മതിച്ചു തന്നേ പറ്റൂ. ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളാണ്. കോൺഗ്രസ് ആണ്, UDF ആണ് പനച്ചിക്കാട് പഞ്ചായത്ത് ഭരിക്കുന്നത്.
അതിനെ മുറുക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ തലങ്കം വലങ്കം സ്ഥലം മാറ്റുകയും എഞ്ചിനീയറുടെ ഓഫീസ് ഞാൻ വീണ്ടും മുമ്പേ ഒന്നുകൂടെ പറഞ്ഞതാണ്, വീണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല, അതാണ് സംഭവം. അതുകൊണ്ട് ആ കാര്യത്തിൽ ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ്, ഇവിടുത്തെ പാർട്ടി CPM-ന്റെ നേതാക്കന്മാർക്ക് പൂർണ്ണമായും ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഓക്കേ, ഞാനൊരു അടുത്ത കാര്യം കൂടി ഓഡിയൻസിലേക്ക് പറഞ്ഞോട്ടെ. പോകാം. 940 പഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. അതിൽ ഈ പനച്ചിക്കാട് പഞ്ചായത്തിലെ ജീവനക്കാരെ മാത്രം മാറ്റുവാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള മട്ട്. കാരണം ഈ 940 പഞ്ചായത്തുകളിൽ ഇടതുപക്ഷവും UDF-ഉം ഭരിക്കുന്ന ധാരാളം പഞ്ചായത്തുകളുണ്ട്. അവർക്ക് ആർക്കും ഇത്തരം പരാതികളില്ലല്ലോ. പനച്ചിക്കാട് പഞ്ചായത്തിന് മാത്രം അത്തരം ഒരു പരാതി നടക്കാനുള്ള പരാതി വരാൻ വേണ്ടിയല്ലേ അങ്ങനെ ചെയ്തത്. അല്ല, UDF-ന്റെ ഈ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നമുക്കറിയാം ജില്ലയിലെ 71 പഞ്ചായത്തുണ്ട്. ഈ 71 പഞ്ചായത്തിൽ ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിന്റെ റാങ്കിങ്ങുകളിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ ബ്ലോക്കിലെ അയർക്കുന്നം പഞ്ചായത്താണ്, വിജയപുരം പഞ്ചായത്ത്. ഈ വിജയപുരം പഞ്ചായത്ത് ഭരിക്കുന്ന ആരാ? UDF-ന്റെ ഭരണസമിതിയാണ് വിജയപുരം. ജില്ലയിലെ 71 പഞ്ചായത്തിൽ 7ാം സ്ഥാനത്ത്, മികച്ച പഞ്ചായത്തുകളിൽ 7ാം സ്ഥാനത്ത് നിൽക്കുന്ന വിജയപുരം പഞ്ചായത്തിനോട് എന്താ ഇടതുപക്ഷത്തിന് വിയോജിപ്പുണ്ടോ? ഞങ്ങൾ വിയോജിപ്പിന്റെ നിങ്ങളുണ്ടല്ലോ ഇവിടെ ഇരുന്ന് UDF-നും അല്ല BJP-ക്ക് എതിരെ പാട്ട് എഴുതി തയ്യാറാക്കുന്നതിന് പകരം നിങ്ങൾ എന്തുകൊണ്ട് ഒരു നിവേദനം കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരു രേഖപ്പെടുത്തിയില്ല? നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി മീഡിയ വെച്ചല്ലേ ഫോട്ടോ വെച്ചെടുക്കുന്ന പരിപാടി അല്ല. നിങ്ങൾ ഔദ്യോഗികമായിട്ട് എന്തുകൊണ്ട് അത് സമീപിച്ചില്ല എന്നാണ് ചോദ്യം. എന്തുകൊണ്ട് പനച്ചിക്കാട് പഞ്ചായത്തിനെ മാത്രം എത്തിക്കേണ്ട സ്ഥലത്ത്, അത് ഈ വിവരം അറിയിക്കേണ്ട സ്ഥലത്ത് പലതവണ, 1 അല്ല 2 അല്ല 3 അല്ല പലതവണ ഉദ്യോഗസ്ഥന്മാരെ തല്ലി ഓടിക്കാൻ നോക്കിയാരെ ഞങ്ങളാണോ? അതെന്താ ഉണ്ടായത്? അതാരാ ഉണ്ടായത്? ചാനൽ മെമ്പർ അടക്കം പുറകെ പോയതാ, സെക്രട്ടറി പുറകെ കോട്ടയം വരെ ജീപ്പേ പോയതാ, തിരിച്ചു കൊടുക്കാൻ പോയതാ. അപ്പൊ ഞങ്ങൾക്ക് അറിയാൻ മേല. അയർക്കുന്നം പഞ്ചായത്തല്ല, പനച്ചിക്കാട് പഞ്ചായത്തിലെ കാര്യം പറ. പനച്ചിക്കാട് പഞ്ചായത്തിലെ കാര്യം പറ. 5 വർഷക്കാലം നിങ്ങൾ വികസനം കൊണ്ടുവരാതിരുന്നതും പദ്ധതി പൂർത്തീകരിക്കാതിരുന്നതും ഉദ്യോഗസ്ഥർ അഭാവം കൊണ്ടാണെന്ന് നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാനുള്ള ബുദ്ധിയൊന്നും നിങ്ങൾ അടിച്ചേൽപ്പിക്കണ്ട. സുഹൃത്തേ, ഈ കേരളത്തില് 3 മാസം എഞ്ചിനീയറുടെ ഓഫീസ് അടച്ചിട്ട ഒരു പഞ്ചായത്ത് പറയാവോ? നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഈ ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ എല്ലാ പാർട്ടിയുടെ അഭിപ്രായം പറയാം. ഇങ്ങനെ ഒരു ആക്ഷേപം അത് ശരിക്കും നിലവിലുണ്ട്. ഇടതുപക്ഷം വലതുപക്ഷത്തെ ഇവിടെ ഭരിപ്പിക്കാൻ അനുവദിക്കുന്നില്ല. ഈ വലതുപക്ഷം എന്ത് ചെയ്തു? അതിനെ പ്രതിരോധിക്കാനോ അതിനു വേണ്ടി എതിരിടാനോ കപ്പാസിറ്റി ഇല്ലായിരുന്നു. അതാണ് ഈ 5 വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും കൃത്യമായിട്ട് 100% വിലയിരുത്തിയാൽ മനസ്സിലാവുന്നത്. ഒരു പ്രശ്നം ഉണ്ടായാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നോ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ ഇവരുടെ അടി ഒഴിച്ചിട്ട് ബാക്കി നടന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം ആരോടാണ് ചോദ്യം? ഞാൻ ഇവർ പറയുന്നതിന് മറുപടിയാണ് പറഞ്ഞത്. ഇപ്പം പറയുന്നതിൻ്റെ മറുപടിയാണ്. പനച്ചിക്കാട് പഞ്ചായത്തിൽ 5 വർഷവും രാഷ്ട്രീയ മുരടിപ്പ് തന്നെയായിരുന്നു. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ പനച്ചിക്കാട് പഞ്ചായത്തിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരുടെ സംവിധാനങ്ങൾ ഇല്ലായിരുന്നു. പനച്ചിക്കാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് 23 വാർഡുകൾ വരുന്ന ഏറ്റവും വലിയ പഞ്ചായത്താണ്. ഏറ്റവും കൂടുതൽ ബിൽഡിംഗ് പെർമിറ്റുകൾ കൊടുത്ത് നമ്പറിംഗ് പരിപാടികൾ ഉൾപ്പെടെ നടക്കുന്ന ഒരു പഞ്ചായത്താണ്. നമ്മുടെ എയുടെ ഓഫീസിൽ ഒരു 2-3 എമാരും അതിനനുസരിച്ച് ഓവർസിയർമാരും ഉണ്ടെങ്കിൽ മാത്രമേ പനച്ചിക്കാട് പഞ്ചായത്തിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അങ്ങനെയുള്ള സമയത്തെ ഒരൊറ്റ എയോ ഓവർസിയർമാരോ എന്തു വേണം, ഒരു ഒപ്പിടാൻ ഒരു സെക്രട്ടറി പോലും പനച്ചിക്കാട് പഞ്ചായത്തിൽ ഇല്ലാഞ്ഞ നിരവധി കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ UDF-ന്റെ പ്രസിഡന്റ് പറഞ്ഞു, ഹരിതകർമ്മസേനയെ വലിയ സംഭവമാക്കി പറഞ്ഞു. LDF-ന്റെ പ്രതിനിധി അത് അവരുടെ സ്വപ്ന പദ്ധതിയായിട്ടും പറഞ്ഞു. പാവങ്ങൾ 50 രൂപ പോലും ചെലവഴിക്കാൻ നിവർത്തിയില്ലാത്ത വെറും പാവങ്ങൾ ഉള്ള സ്ഥലത്തെ 50 രൂപ വെച്ച് യൂസർ ഫീ ഓരോ വ്യക്തികളോടും പിടിച്ചു പറിച്ചു വാങ്ങിച്ച് 12 മാസമാകുമ്പോൾ 600 രൂപ അതുങ്ങളിൽ നിന്ന് കൈപ്പറ്റുകയാണ്. പിടിച്ചുപറിയാണ് നടക്കുന്നത്. ഹരിതകർമ്മസേന അല്ലെ ശുചിത്വ മിഷൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കണമെങ്കിൽ സർക്കാർ ഫ്രീ ആയിട്ട് അവർക്കതിൻ്റെ ആനുകൂല്യം കൊടുക്കണം. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം ഫ്രീ ആയി ചെയ്യുവാൻ നോക്കണം. അല്ലാതെ പാവപ്പെട്ട ജനങ്ങളെ ഊറ്റിപ്പിഴിഞ്ഞ് ഏതാണ്ട് വലിയ സംഭവമാക്കി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ പറയുന്നതിനെ ഞങ്ങൾ അങ്ങേയറ്റം എതിർക്കുകയാണ്. നമ്മളതൊരു പഞ്ചായത്തിന്റെ മാത്രം നിയമമല്ലല്ലോ യൂസർ ഫീ. പഞ്ചായത്തിന്റെ നിയമമല്ല, ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ജനങ്ങൾക്ക് ആ ഒരു കാര്യത്തിനെതിരെ എന്തെങ്കിലും നിവേദനങ്ങളോ ഇല്ലെങ്കിൽ പരാതികളോ നൽകിയിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾ നിവേദനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. നിവേദനം കൊടുത്താൽ എവിടെ നടക്കാൻ?
ഇവിടെ CPM-ന്റെ സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത് നിവേദനം BJP-യുടെ മെമ്പർ കൊണ്ട് കൊടുത്താൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. BJP-യുടെ മെമ്പർക്ക് എന്താ CPM അവർ വലിച്ചു കയറി ദൂരെ കളയത്തേ ഉള്ളൂ. അല്ല, അപ്പൊ നിങ്ങൾ ഈ ഒരു ആവശ്യം എവിടെ ഉന്നയിച്ചിട്ടില്ല? ഒന്നുകൂടെ പറയട്ടെ, ഹരിത കേരള മിഷന്റെ ഇവിടെ അവരാണ് ഇതിന്റെ ഹരിത കേരള മിഷനാണ് ഈ പ്ലാസ്റ്റിക് എടുക്കുന്നത്. നിങ്ങൾ ഒന്ന് ചുറ്റിക്കറങ്ങി പനച്ചിക്കാട് പഞ്ചായത്തിൽ നടക്കുക, മുഴുവൻ പ്ലാസ്റ്റിക്കുകൾ ഓരോ സ്ഥലങ്ങളിലും കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ജനങ്ങളുടെ കൈ കണ്ണിൽ പൊടിയിട്ട് ഇത് ഞങ്ങളുടെ ഏതാണ്ട് വലിയ സ്വപ്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുപോകുന്നു. പിന്നെ ഇവിടെ പറഞ്ഞ ജലജീവൻ മിഷൻ പനച്ചിക്കാട് പഞ്ചായത്തിൽ അട്ടിമറിക്കപ്പെട്ടു. അത് LDF-ഉം UDF-ഉം ഒരുപോലെ കാരണക്കാരാണ്. കാരണം ഇവിടെ ഞങ്ങളുടെ പ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് ഗുണം കിട്ടും, അതുകൊണ്ട് ഇവിടെ നടത്താൻ പാടില്ല. ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ ഇറങ്ങി നടക്കുമ്പോൾ പറയുന്ന ഭാഗം ആ മോദിയുടെ പദ്ധതി, അവൻ്റെ പദ്ധതി വന്നതാണ് കുടിവെള്ളം ഇല്ലാതായത്, അല്ലെ വഴി പോയത്. ഇത് വരുത്തി തീർക്കണമായിരുന്നു ഇവിടുത്തെ LDF-നും UDF-നും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അതിന് മറുപടി. LDF-നെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി ഏറ്റവും ഭംഗിയായി നടത്തണം എന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു. ജലജീവൻ മിഷനുമായിട്ട് ഏറ്റവും അധികം സഹകരിക്കുവാൻ. കാരണം ഞങ്ങളല്ല പഞ്ചായത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൈയാളുന്നത്. എങ്കിൽ പോലും സ്മോംബർ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പഞ്ചായത്തിൽ ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഇത് മോണിറ്ററിംഗ് സംവിധാനം വേണം. വെട്ടിപ്പൊളിക്കുന്ന റോഡുകൾ വെട്ടിപ്പൊളിക്കുമ്പോൾ അവരുമായിട്ടൊരു എഗ്രിമെൻറ്റ് ഇത് എങ്ങനെ നന്നാക്കുമെന്നതിനെപ്പറ്റി ഒരു എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ മെമ്പർമാർ പോലും അറിയാതെ വാർഡുകളിൽ വന്ന് ജലജീവൻ മിഷൻ്റെ ആളുകൾ വെട്ടിപ്പൊളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ തന്നെ ഈ പഞ്ചായത്തിലെ മുഴുവൻ മെമ്പർമാർ 23 പേരും കൂടി വാട്ടർ അതോറിറ്റിയിൽ പോയി ഒരു ധർണാ സമരം നടത്തിക്കൊണ്ട് ഏതാണ്ട് 2 മാസത്തിനകം ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്ന് എഴുതി വാങ്ങിച്ചതാണ്. ആ എഴുതി വാങ്ങിച്ച ഉറപ്പുമായിട്ടാണ് അന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ സമരം നടത്തി തിരിച്ചു വന്നത്. അതിനുശേഷം പല പ്രാവശ്യം ഞാനടക്കമുള്ള മെമ്പർമാർ പഞ്ചായത്ത് ഭരണസമിതിയിൽ പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് നമ്മളൊരു ഓഗസ്റ്റ് 31 അവരതിൻ്റെ ആ ഒരു ഡേറ്റ് പറഞ്ഞത്. ഈ ഓഗസ്റ്റ് 31 കഴിയുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ വീണ്ടും വാട്ടർ അതോറിറ്റിയിൽ പോകുന്നില്ല? വീണ്ടും കടുത്ത സമരപരിപാടികളുമായിട്ട് നമ്മൾ വാട്ടർ അതോറിറ്റിയിൽ പോകണം, അതല്ലെങ്കിൽ അതിൻ്റെ ഹയർ അതോറിറ്റീസിനെ സമീപിക്കണം എന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്തിനുണ്ടായിരുന്ന ഈ കഴിഞ്ഞ 5 വർഷത്തെ പോരായ്മ ഇതുതന്നെയാണ്. പല പദ്ധതികളും തുടങ്ങി വയ്ക്കും, അതിനൊന്നും ഒരു ഫോളോ അപ്പും നടക്കാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പറഞ്ഞ വഴിവിളക്കിൻ്റെ വണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ ജനസേവന കേന്ദ്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ എന്തുമാത്രം ഭാവനാപൂർണ്ണമായ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ഓർത്ത് നോക്കിയാൽ ഇപ്പം തന്നെ എടുത്തു പറയത്തക്ക ഒരൊറ്റ പദ്ധതി പോലും നടന്നിട്ടില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ്. വരാം, പറഞ്ഞോളൂ. അല്ല, പിന്നെ എടുത്തു പറയത്തക്ക പദ്ധതികൾ ഉണ്ടാക്കിയില്ലെന്ന് പറയുന്നു. നമ്മൾ ജൽജീവൻ്റെ വിഷയം ജൽജീവന് ഞങ്ങൾ പലയിടത്തും പോയത് കൊണ്ടാണ്. കാര്യം 2024 ഈ പ്രോജക്റ്റ് നിർന്നു പോകേണ്ടതാണ്, അത്രേ കാലാവധി ഉള്ളായിരുന്നു. നമ്മൾ നിരന്തരം ഇതിൻ്റെ പുറകെ പരാതിയുമായിട്ട് മന്ത്രിയുടെ അടുത്തും സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലും പോയതിന്റെ ഫലം കൊണ്ടാണ് 2028 വരെ. പഞ്ചായത്തിന് വേണ്ടി മാത്രമല്ലല്ലോ, കേരളത്തിലെ മൊത്തം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ല, പനച്ചിക്കാട് പഞ്ചായത്തിന്റെ കാര്യം മാത്രം നോക്കാനുള്ളൂ. പിന്നെ ഇവിടെ റോഡിന്റെ കൃത്യമായി പൊട്ടിക്കലും ഇതിനൊന്നും ഇടപെടൽ നടത്തിയില്ലെന്ന് അത് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു 20 കോടി രൂപ ആ റോഡ് പൊട്ടിച്ചത് റീസ്റ്റോർ ചെയ്യാൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ 71 കോടിക്കകത്ത് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെയ്തു തരേണ്ടത് വാട്ടർ അതോറിറ്റിയാ. ഇനി നമ്മൾക്ക് അതിലൊരു തടസ്സം നേരിട്ടപ്പോൾ വാട്ടർ അതോറിറ്റിനെ സമീപിച്ചിരുന്നു. എന്താണ് അവിടെ നിന്നുള്ള ഒരു മറുപടി എന്തായിരുന്നു? ചെയ്യും, ഇപ്പൊ ചെയ്യും, നാളെ ചെയ്യും, അല്ലെങ്കിൽ അവരെ 10 പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നാളെ ഇപ്പൊ മെമ്പർ പറഞ്ഞു അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. ശരിയാ, ഞങ്ങൾ എല്ലാവരും കൂടെ പോയ ഒരു മെമ്പർ കിടന്ന് വരെ പ്രതിഷേധിച്ചു. കാര്യം അത്ര ദുരിതമാണ്. ഇവരൊന്നും പറയുന്നതിൽ ഞാൻ ആക്ഷേപം പറയുന്നില്ല. കാര്യം വാർഡ് മെമ്പറിൽ ഒരു ജനം എന്ന് പറയുന്നവൻ സുഖമായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓരോ തൊഴിലാളികളും പ്രതിഷേധം നടത്തിയിട്ടും ഇതിനൊരു ഫലം ഉണ്ടായില്ല. അത്രയും പ്രതിഷേധമെങ്കിലും നടത്തിയത് കൊണ്ടായിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത് 28 വരെ നീട്ടിയത്. അന്നേരവും നമ്മൾക്ക് ഈ കഴിഞ്ഞ ദിവസം ഈ മാസത്തിനിടെ 3 പ്രാവശ്യം ഞാൻ പോയപ്പോഴും അവർ പറഞ്ഞത് ഉടനെ വരും. ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന മറുപടി. ഈ സംവിധാനങ്ങളെല്ലാം ആക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് അല്ലേ? ഒരു കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി അല്ലെ ഒരു പ്രസിഡന്റ് അവിടെ ചെന്നാൽ എത്രത്തോളം ആകുമെന്ന് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഞാൻ. ഒരു വികസന പദ്ധതിയിൽ ഇവിടെ നടപ്പാക്കാൻ ഇവർ സമ്മതിക്കുകയില്ല. BJP പ്രതിനിധിയോട് ഒരു ചോദ്യം. ഇവിടെ പറഞ്ഞിരുന്നു ജീവനക്കാരുടെ ഒരു അഭാവം പറഞ്ഞിരുന്നു. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതിഷേധമൊക്കെ നടത്തിയെന്ന് പറഞ്ഞു. BJP പ്രതിനിധി ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതിനെതിരെ ഒരു പരാതി നൽകുകയോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം നടത്തുകയോ
അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? അല്ലല്ല, പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി കമ്മിറ്റികളിൽ കൃത്യമായിട്ട് ഇതിനെതിരെ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ ജലജീവൻ മിഷൻ, ശരിക്കും ആ ജലജീവൻ മിഷന്റെ പദ്ധതി MLA ഉൾപ്പെടെ വന്നിരുന്നു തുടങ്ങി പ്ലാൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ വേണം, കൃത്യമായ മോണിറ്ററിംഗ് ടീം വേണം. പക്ഷേ ഈ മോണിറ്ററിംഗ് ടീം വന്നത് 1.5 വർഷത്തിന് ശേഷമാണ്. അതായത് വാട്ടർ അതോറിറ്റിയെ ഫുൾ ചാർജ് ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു ഇത് അപകടത്തിലേക്കാണ് പോകുന്നത്. എന്നുവെച്ചാൽ അതൊരു ഗവൺമെന്റ് സംവിധാനമാണ്. ആ 1.5 വർഷം ഈ റോഡുകൾ മുഴുവൻ നമ്മൾക്ക് ഇറങ്ങി നോക്കിയാൽ അറിയാം, റോഡുകൾ മുഴുവൻ കുത്തി പൊളിച്ച് നാശമാക്കിയ സമയത്ത് പല പ്രാവശ്യം ഭരണസമിതിയുടെ മുമ്പിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതി കൈമലത്തുക ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അവസാനം ഈ ഞങ്ങൾ ഉൾപ്പെടുന്ന ദേശീയ ജനാധിപത്യ ടീം എണീറ്റ് എന്ന് ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് പ്രതിഷേധിച്ച് ഇറങ്ങുകയാണെന്ന് പറഞ്ഞ സമയത്താണ് നാളത്തേക്ക് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചത്. അതുവരെ പറഞ്ഞിട്ട് ആരും തയ്യാറായിട്ടില്ല. അതിനുശേഷം വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വിവിധങ്ങളായ സമര പരിപാടികൾ BJPയുടെ മെമ്പർമാർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലൊക്കെ രസകരമായ ഒരു കാര്യം കൂടെ ഞാൻ പറയും. ഇപ്പൊ മുമ്പ് ശാലിനി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ 5 വർഷത്തെ ബഡ്ജറ്റ് ഉണ്ട്. എല്ലാ വർഷവും ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിക്കും. ആദ്യത്തെ വർഷം എനിക്ക് തോന്നുന്നത് തേൻവരിക്കയായിരുന്നു, എല്ലാ വീട്ടിലും കൊടുക്കും. രണ്ടാമത്തെ വർഷം അത് മാറിയിട്ട് ചന്ദനത്തൈയായിരുന്നു. ഈ പത്രങ്ങൾ മനോരമയും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ വർഷം ബഡ്ജറ്റ് കഴിയുമ്പോൾ ഇതാ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് മുഴുവൻ വീടുകളിലും ചന്ദനത്തൈകൾ എത്തും, അല്ലെങ്കിൽ തേൻവരിക്ക എത്തും ഒക്കെ പറഞ്ഞുകൊണ്ട് വരികയും അവസാനം ഞങ്ങൾ തന്നെ പലരോടും ചോദിച്ചിരിയും ഈ ചന്ദനം പൂത്ത് ഇങ്ങനെ വളർന്നു നിൽക്കുമ്പോഴേ AK-47 ആയിട്ട് സെക്യൂരിറ്റി വേണമെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ അപേക്ഷ വെച്ചാൽ മതി. എന്ന് വെച്ചാൽ ഒരു ധാരണയില്ലാതെ ഈ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് എവിടേക്കോ സ്വപ്നം കണ്ടിട്ട് അത് പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച് കയ്യടി നേടാൻ വേണ്ടി ഒരു ശ്രമം. അത് ഈ എനിക്ക് തോന്നുന്ന ലാസ്റ്റ് സമയത്തെ ബഡ്ജറ്റിന് പുറംചട്ട കണിക്കൊന്നയുടെയായിരുന്നു. ഞാൻ കരുതിയത് ചന്ദനമരത്തിൻ്റെ ഈ പൂത്ത് നിൽക്കുന്നതാണെന്നായിരുന്നു. അത് ഞാൻ ചോദിക്കുകയും ചെയ്തു. അതായത് യാതൊരു ചിന്തകളും ഇല്ലാതെ എനിക്ക് തോന്നുന്നത് ആ ബിൽഡിംഗ് ഒക്കെ വന്നിട്ട് അവിടെ വലിയ അല്ലേ ബെസ്റ്റ് ബേയും ഒക്കെ ആയിട്ട് ചിന്തിച്ചിരുന്നു. ഈ ചിന്തകളും ഈ സ്വപ്നങ്ങളും സ്വപ്നങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ബഡ്ജറ്റായിട്ടാണ് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത്. ആരോടാണ്? ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. LDF, UDF പ്രതിനിധികളോടാണ് ചോദിച്ചോളൂ. എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഇവിടുത്തെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ഇന്നലെ മനസ്സിലായി, 23-ാം വാർഡ് ഞാൻ ഇന്നലെ യാത്ര ചെയ്ത ഒരാളാണ്. ഫുള്ള് രാത്രിയിൽ ഇലക്ഷൻ സംബന്ധമായ കുറച്ച് യാത്രയായിരുന്നു. ഒരു വഴിയും ഇൻറ്റേർണൽ റോഡുകൾ ഒരു വഴിയും ടാറിങ് ചെയ്തിട്ടില്ല ഇവിടെ. അങ്ങനെ ഈ പനച്ചിക്കാട് പഞ്ചായത്തിലെ റോഡുകൾ മൊത്തം പ്രശ്നമാണ്. എങ്കിലും BJPയുടെ 2 പ്രതിനിധികളെ പ്രതികരിച്ച് നമുക്ക് കാര്യം പറയാം. 6-ാം വാർഡും നിലവിലത്തെ 9-ാം വാർഡും, ഈ 2 വാർഡിൽ നമ്മൾ യാത്ര ചെയ്താൽ മനസ്സിലാകും റോഡുകളും 2
അംഗനവാടികൾ പുതിയതായിട്ട് 9-ാം വാർഡിൽ ഒരെണ്ണം ഉദ്ഘാടനം കഴിഞ്ഞു, ഒരെണ്ണം അതിൻ്റെ പ്രവർത്തനം വർക്ക് നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥലം ഏറ്റെടുത്ത് ഗവൺമെൻറ്റിലേക്ക് ഏറ്റെടുത്ത് 2 അംഗനവാടികൾ അവിടെ ആ മെമ്പറിന് 15 വർഷമായിട്ട് തുടർച്ചയായി നിൽക്കുന്ന മെമ്പറിന് അവിടെ ചെയ്യാൻ സാധിച്ചു. ഇതുപോലെ തന്നെ 8-ാം വാർഡ് BJP NDA സഖ്യത്തിലെ ആളാണ് അവിടെ വാർഡ് മെമ്പർ. അവിടെ ഒരു പുതിയ അംഗനവാടി ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ബഹുമാനപ്പെട്ട MLA ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അവിടെ NDAയുടെ മെമ്പറാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ കാട് പിടിച്ച് വർഷങ്ങളായി, എൻ്റെ ഓർമ്മ വെച്ചാൽ എനിക്ക് 47 വയസ്സായി, അത്രയും കാലം എനിക്ക് ഓർമ്മയുണ്ട്, ബാക്കി എനിക്കറിയത്തില്ല, അവിടുത്തെ പ്രായമുള്ളവരോട് ചോദിക്കണം. BJPയുടെ പ്രതിനിധി അത് കഷ്ടപ്പെട്ട് നാട്ടുകാരോട് പിരിച്ച് 1 രൂപ പോലും കൊടുക്കാതെ UDF പ്രതിനിധികൾ പുറംതിരിഞ്ഞ് നിന്ന പദ്ധതിയാണ് അത്. LDF പ്രതിനിധികൾ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഒരാൾ പുറംതിരിഞ്ഞ് വന്നെങ്കിൽ ഒരാൾ വടക്കോട്ടാണ്, ഒരാൾ തെക്കോട്ടാണ് പോയത്. അവിടെ BJPയുടെ പ്രതിനിധി നമ്മുടെ വാർഡ് മെമ്പർ JNG കല്ലുങ്കൽ, അദ്ദേഹം കഷ്ടപ്പെട്ട് അവിടെ ഒരു പദ്ധതി കൊണ്ടുവന്ന് അവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് ഇപ്പോഴും ആ പദ്ധതിക്കെതിരെ തുരങ്കം വെക്കാൻ നാട്ടിലുള്ള ചില ആളുകളെ കൂട്ടുപിടിച്ച് ആ പദ്ധതിക്ക് തുരങ്കം വെക്കുന്ന ഒരു സമൂഹം LDFിലും UDFിലും കൃത്യമായിട്ടുണ്ടെന്ന് ഇവിടെ പുറത്ത് നിൽക്കുന്ന 1000 പേർക്കെങ്കിലും അതറിയാൻ പറ്റും. അത് ഈ കൂടി നിൽക്കുന്നവർക്കും അറിയാം. ഭരിക്കുന്ന പഞ്ചായത്തുകളിലെ വാർഡുകളുടെ വികസനം നന്നായിട്ട് നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് എന്ന പദ്ധതിയിൽപ്പെടുത്തി ഈ രാജ്യം തന്നെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ട് ഗംഗ ശുദ്ധീകരിച്ച പോലെ, യമുന ശുദ്ധീകരിച്ച പോലെ, യമുനാ നദികൾ ശുദ്ധീകരിച്ച പോലെ അത് BJP ഭരിക്കുന്ന ഈ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി പ്രകാരം വൃത്തിയായ റോഡുകളും വൃത്തിയായ അംഗനവാടികളും വൃത്തിയായ പദ്ധതികളും ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുക. സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടുകൾ ഇവർ വിനിയോഗിച്ചിട്ടുണ്ടോ? സംസ്ഥാന ഫണ്ട് കിട്ടിയിരുന്നെങ്കിൽ ഈ പാവനക്കുളം പദ്ധതി ഇങ്ങനല്ല കിടക്കേണ്ടത്. വളരെ ഗംഭീരമായിട്ട് പഞ്ചായത്ത് ഈ വാർഡുകളുടെ കാര്യമാണ് ചോദിച്ചത്. ഈ 2 വാർഡുകളിലും സംസ്ഥാനത്തിന്റെ വിഹിതം ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എൻ്റെ 9-ാം വാർഡിലെ മെമ്പർ, എൻ്റെ പാർട്ടിയിലെ 9-ാം വാർഡിലെ മെമ്പർ മുഴുവൻ പദ്ധതികളും 2 ടേൺ ആയിട്ടുള്ള പൈസ അവിടെ വിലയിരുത്തി അവിടുത്തെ റോഡുകൾ ടാർ ചെയ്യാനും കോൺക്രീറ്റ് ചെയ്യാനും ആ മെമ്പറിനെ കൊണ്ട് സാധിച്ചു. അതൊക്കെ സമ്മതിച്ചു. അതല്ല എന്റെ ചോദ്യം. അതൊക്കെ സമ്മതിച്ചു. സംസ്ഥാനത്തിന്റെ വിഹിതം ഉപയോഗിച്ചിരുന്നോ? സംസ്ഥാനത്തിന്റെ വിഹിതമല്ലാതെ ഇത് സുമചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതല്ല ചോദിച്ചത്. കേന്ദ്രത്തിന്റെ മാത്രം പറഞ്ഞപ്പോൾ ഒരു മെമ്പറുടെയും വീട്ടിൽ നിന്ന് ആരും എടുക്കില്ല. അതല്ല ചോദിച്ചത്. കേന്ദ്രത്തിന്റെ മാത്രം പറഞ്ഞപ്പോൾ സംസ്ഥാനത്തിന്റെ വിഹിതം ആ കൂടത്തിൽ ഉപയോഗിച്ചു എന്നാണ് ചോദിച്ചത്. സംസ്ഥാന വിഹിതം അതിനൊക്കെ പഞ്ചായത്ത് ഫണ്ട് വിഹിതം വെക്കുന്നത് കൊണ്ടല്ലേ? അതൊരു മെമ്പർ അവിടെ ഉള്ളതുകൊണ്ടല്ലേ. ഇന്നലെ യാത്ര എല്ലാ വാർഡും അങ്ങനെയാണ് 7-ാം വാർഡിലെ അവസ്ഥ എന്താണ്? ഫണ്ട് കൊടുത്തു. കേന്ദ്രത്തിന്റെ ഒരു ഫണ്ടും ഈ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു റോഡ് പണിക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഫണ്ട് ലഭിച്ചതായിട്ട് എനിക്ക് അറിവില്ല. അത് BJPയുടെ മെമ്പർമാർ ആരും അങ്ങനെ ഒരു മണ്ടത്തരം പറയുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിലൊരു മറുപടി. അല്ല, എൻ്റെ വാർഡിൽ ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി തന്നെയായിരുന്നു. ബ്ലോക്കിന്റെ തലത്തിൽ വന്ന ഒരു പദ്ധതിയാണ് എൻ്റെ ഒരു വാർഡിൽ റോഡ് നടന്നിരിക്കുന്നത്. ഈ സംസ്ഥാനത്തിന്റെ വിഹിതം ലഭിച്ചിരുന്നോ? സംസ്ഥാന വിഹിതം അത് ഉപയോഗിച്ചിരുന്നോ? തീർച്ചയായിട്ടും. ഓരോ വാർഡിനും അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? ഇവിടെ പറയേണ്ട കാര്യമില്ല. ഇവിടുത്തെ റോഡുകളുടെ വിഷയമാണ്. ആ റോഡുകളുടെ വിഷയത്തിനകത്ത് ഏറ്റവും ഒടുവിൽ 2.25 കോടി രൂപ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയിൽ പനച്ചിക്കാട് പഞ്ചായത്തിന് 2.25 കോടി രൂപ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഈ പഞ്ചായത്തിന് അനുവദിച്ചിരുന്നു. വിവരാവകാശ രേഖ പ്രകാരം എല്ലാവർക്കും ലഭ്യമായ കണക്കാണ്. എത്ര റോഡുകളിൽ നിങ്ങൾക്ക് സഹായിയായി നിൽക്കുന്ന BJP മെമ്പർമാർ ഉൾപ്പെടെയുള്ള വാർഡുകളിൽ എത്ര രൂപ അലോട്ട് ചെയ്തെന്ന് ഇവിടെ ഒന്ന് പ്രസിഡന്റിന് കൊടുക്കാൻ പറയാമോ? അങ്ങനെയാണെങ്കിൽ ഈ വഴി പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെട്ടു. ഒരു ഗവൺമെന്റ് ഫണ്ട് അലോക്കേഷനകത്ത് തീർത്തും പരാജയപ്പെട്ട പഞ്ചായത്തിന് അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് 2.25 കോടി രൂപ ജനങ്ങളുടെ ആവശ്യപ്രകാരം കൊടുത്തിട്ട് ഏതൊക്കെ വാർഡിൽ എവിടെയൊക്കെ നൽകി എന്നൊന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും. ഈ റോഡുകൾ ഇതുപോലെ പോകാൻ കാരണമല്ല. ഗ്രാമീണ റോഡുകൾക്ക് 10 വർഷം മുമ്പ് ഇവിടുത്തെ MLA മന്ത്രിയായിരുന്നപ്പം 6 കോടി രൂപ അനുവദിച്ച് ഈ റോഡുകളെല്ലാം ഭംഗിയാക്കിയിരുന്നതാണ്. മറിച്ച് ജൽജീവൻ പദ്ധതി, കേന്ദ്ര ഗവൺമെൻറ് ജൽജീവൻ പദ്ധതി വന്ന് അത് കുഴിച്ചിട്ടോ റീഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണത്? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും കൊണ്ടാണ് ഈ ജൽജീവൻ പദ്ധതി നടപ്പാക്കുന്നത്. പാർട്ട് ബില്ല് കൊടുക്കണം, പാർട്ട് ബില്ല്. ഇത് ഒറീസക്കാരനായ ഹിന്ദിക്കാരൻ്റെ കോൺട്രാക്ട് അവിടെ നിന്ന് വന്നതാണ്. സൂര്യ കൺസ്ട്രക്ഷൻ എന്ന് പറയും.
അദ്ദേഹത്തിൻ്റെ വണ്ടികൾ നമ്മുടെ തിരുത്തിപ്പള്ളി കിടന്ന് നശിച്ചു പോയി, കുറേ എണ്ണം കയറ്റിക്കൊണ്ടുപോയി. ആ വർക്കുകളുടെ ഫണ്ടുകൾ ഈ സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് പാർട്ട് ബില്ല് കൊടുത്തിരുന്നു എങ്കിൽ കുറച്ചെങ്കിലും വർക്ക് ഇവിടെ നടന്നു പോയേനെ. അതൊന്നും നടക്കാതെ അവർ ഈ കൺസ്ട്രക്ഷൻ അവരെ ഈ ഗവൺമെൻറ് മുടക്കി വിട്ടിരിക്കുക. പക്ഷെ അവിടെ പാർട്ട് ബില്ല് കൊടുത്തില്ല, ഒരു പൈസ കൊടുക്കാതെ ഈ വർക്ക് മുഴുവനും മുരടിച്ചത് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ അനാസ്ഥയാണ് എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കോൺട്രാക്ടർമാർക്ക് പണം കൃത്യസമയത്ത് കൊടുക്കാഞ്ഞിട്ടാണോ ഈ പദ്ധതികളെല്ലാം ജലജീവൻ മിഷന്റെ ഫണ്ട് എങ്ങനെ വരുന്നു എന്ന് മനസ്സിലാക്കണം. അതിലെ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും പഞ്ചായത്തുകളുടെ വിഹിതമുണ്ട്. ഒരു വാർഡിനെ പ്രതിനിധിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരോടാണ് ചോദ്യം? ഞാൻ പറയുന്നത് എല്ലാവരോടും കൂടെയാണ്, LDF ഉം UDF ഉം ആണ് ഞാൻ പറയുന്നത്. അപ്പം ഈ റോഡിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പം ഒരു വാർഡ് എന്ന് പറയുന്നത് 3 V ആണ് അല്ലേ? വെള്ളം, വഴി, വൈദ്യുതി അല്ലേ? ഇത് 3ഉം താറുമാറായിട്ടുള്ള രീതിയിലാണ്. വഴിവിളക്ക് മാത്രം ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഈ പറഞ്ഞ 2 കാര്യങ്ങളും എൻ്റെ വഴി അത് കാര്യത്തിൽ പറയും. പിന്നെ ഈ ഒരു കാര്യമാണ് റോഡിൻ്റെ കാര്യത്തിൽ. ഈ പറഞ്ഞ പോലെ AE ഇല്ലായിരുന്നു, മാസങ്ങളോളം അടച്ചിട്ട് ഞാൻ 2023 അവിടെ ഒരു റോഡിൻ്റെ പണിക്ക് വേണ്ടി കൊടുത്തിട്ട് അത് ഇതുവരെ നന്നാക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഫണ്ട് തിരിച്ചു പിടിക്കുമായിരുന്നു. ഞങ്ങളുടെ മെമ്പർമാരുടെ എല്ലാ പൈസയും 5 ലക്ഷം രൂപ വെച്ച് ആദ്യം പിടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 5 ലക്ഷം രൂപ പിടിച്ചു. ഫണ്ടില്ല എന്ന് പറഞ്ഞ് ആർക്കോ ശമ്പളം കൊടുക്കാനായിരിക്കാം, ആർക്കോ എന്തായാലും ചെയ്യാനായിരിക്കാം. അത് സംസ്ഥാന ഗവൺമെൻറ് അത് തിരിച്ചു പിടിച്ചത് കാരണം ഞങ്ങൾക്ക് ഫണ്ടില്ലാതെ ഞാൻ 11 ലക്ഷം രൂപ വെച്ചിട്ട് ആ റോഡ് ഇന്നും 6 ലക്ഷത്തിന് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്നത് അവിടുത്തെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ, അവിടുത്തെ കഴിവുകേടെന്നുള്ള രീതിയിൽ പറയേണ്ട ഗതികേട് വരും. അറിയാം, അത്രമേൽ അതപ്പതിച്ച് കിടക്കുന്നതാണ് ഈ റോഡുകളുടെ പല രീതിയിൽ ഫണ്ട് ലാഭമാക്കി തിരിച്ചു പിടിച്ചു. സംസ്ഥാന ഗവൺമെന്റ് തിരിച്ചു പിടിച്ചു. ഒരു വാർഡിലേക്ക് 23 വാർഡാവുള്ളേ. ആ 23 വാർഡില് കിട്ടേണ്ട പൈസ വീതിച്ചു വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ കുറച്ചൊക്കെ കിട്ടുകയുള്ളൂ. അത് ഫ്രഷ് ഫണ്ടായിട്ട് കിട്ടും, അത് അല്ലാതെ ഫണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഫണ്ട് പോലും തിരിച്ചു പിടിച്ചു കഴിഞ്ഞാലേ ആ വാർഡിലേക്ക് ഞാൻ 2023 വെച്ച റോഡിന്റെ പണി ഇന്ന് വരെ തീരാതെ ഞാൻ ഇറങ്ങി പോവുകയാണ്. പറഞ്ഞു മനസ്സിലായോ? അത്ര നാണക്കേടായി പോയി എന്ന് ഞാൻ പറയും. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന് ലഭിക്കുന്ന പണം മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ചെലവഴിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പഞ്ചായത്തിനുണ്ട്. ആ ഉത്തരവാദിത്വം പദ്ധതികൾ കൃത്യസമയത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച് അതിന്റെ ബില്ല് മാറി കൊടുക്കുന്നത് വരെ പുറകിൽ നിന്ന് ചെയ്യേണ്ടത് പഞ്ചായത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ചുമതലയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പോരായ്മ വരുമ്പോഴാണ് ചിലപ്പോൾ ചില വാർഡുകളുടെ ഫണ്ട് നഷ്ടപ്പെടുന്നത് ഉൾപ്പെടെയുള്ള. ഇപ്പോൾ എൻ്റെ വാർഡിലടക്കം ഒരു സമയത്ത് ഫണ്ട് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം വന്നെങ്കിൽ പിന്നീട് ആ ഫണ്ടുകൾ മുഴുവനും പഞ്ചായത്തിന് തിരിച്ചു കിട്ടുന്ന സംവിധാനമുണ്ടായി. ഇതിനെല്ലാം ഉപരിയായിട്ടാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡ് വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.25 കോടി രൂപ ഈ ഏറ്റവും അവസാനം പ്രത്യേക ഒരു ഓർഡറിലൂടെ നമ്മുടെ പഞ്ചായത്തിന് ലഭിച്ചത്. ആ കാര്യം പഞ്ചായത്ത് കമ്മിറ്റിയിലടക്കം ചർച്ച ചെയ്ത് റോഡുകളുടെ മുൻഗണനാക്രമം തീരുമാനിച്ച് അങ്ങനെ കൊടുക്കണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിലെ മെമ്പർമാരടക്കം അറിയാതെ ഈ ഫണ്ടുകൾ ദുർവിനിയോഗം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവർക്ക് അതിനുള്ള സഹായം അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അതൊക്കെ നമ്മളോട് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവരിതെല്ലാം ഒളിച്ചും ഒതുക്കത്തിലും ചെയ്യുന്ന പദ്ധതികളാണ്. പ്രസിഡന്റ്, അതിനൊരു വ്യക്തമായ തീരുമാനം പഞ്ചായത്ത് കമ്മിറ്റി തന്നെ മറുപടി കൊടുത്തതാ. ഇത് AE വന്നു, ഇതിന്റെ അതോറിറ്റി എന്ന് പറയും. ഇപ്പൊ ഞങ്ങൾക്ക് സജ്ജമാണ് ഞങ്ങളുടെ AEയുടെ ഓഫീസ്. ആ AE വന്ന് നമ്മളോട് പറഞ്ഞു ഇത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയം അല്ലായിരുന്നു എന്ന് പറഞ്ഞതാണ്. അത് AE ആണ് തീരുമാനിക്കുന്നത്. നമുക്ക് ഒരു നിർമ്മാണ പ്രവർത്തനം പഞ്ചായത്ത് ഭരണസമിതിക്ക് നിർമ്മാണ പ്രവർത്തനത്തിന് AE ആണ് തീരുമാനിക്കുന്നത്. AEയുടെ റിപ്പോർട്ടിന്മേലാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുക്കുന്നത്. അത് ചെയ്തു. AE വന്ന് കമ്മിറ്റിയിൽ പറഞ്ഞതാണ് അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. MLAക്ക് നിരന്തരം പരാതി. ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധിയാണല്ലോ MLAക്ക് നിരന്തരം പരാതി വന്ന മെമ്പർമാരുടെ അല്ലെ വാർഡുകളിലെ മെമ്പർമാർ തന്നെ ആയിരുന്നില്ല ആ പരാതിയും കൊണ്ട് ചെന്നത്. ആ വാർഡിലെ ആൾക്കാരായിരിക്കാം.
അങ്ങനെ കൊണ്ടുചെന്ന പരാതിയിന്മേലാണ് മെമ്പർ MLA സെലക്ട് ചെയ്ത് തന്ന മെമ്പർ വർക്കുകളാണ് നമ്മൾ അവിടെ. അതായത് ഇനി മുതലേ എല്ലാ വാർഡിലും എല്ലാവരും കൂടെ പരാതി കൊടുത്താൽ മാത്രമേ MLA ഫണ്ട് കിട്ടത്തുള്ളൂ. ഈ നടക്കുന്നത് 14 വാർഡ് കോൺഗ്രസ് ഭരിക്കുന്ന 14 തന്നല്ലോ, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു നോക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സുഹൃത്ത് ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞു 9ാം വാർഡില് എല്ലാ റോഡുകളും ആണെന്ന്. അതിനകത്ത് എത്ര MLA ഫണ്ട് ഉണ്ടെന്ന് നോക്കണം. ഓരോ വാർഡും വെച്ച് നോക്കിയാലും MLA ഒരു ഫണ്ട് കിട്ടാത്ത റോഡുകൾ കുറവാണ്. പക്ഷേ അതെല്ലാം സംസ്ഥാന ഗവൺമെന്റ് CPM ഭരിക്കുന്ന മെമ്പർ ആയി പോകണമെന്നൊന്നുമില്ല. അവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിനിധിയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്നത് വെച്ചും തീരുമാനമെടുത്തിട്ടുണ്ട്. അത് പഞ്ചായത്തിന്റെ ഏറ്റവും കൂടുതൽ റോഡുകൾ താറുമാറായി കിടക്കുന്നത്. ചോദ്യത്തിലേക്ക് പോകാം. ഒരു ചോദ്യം സഹോദരി പറഞ്ഞു തീർക്കാൻ സമ്മതിക്കൂ. ഇത്രയും ഫണ്ട് ഇവര് തന്നെ പറഞ്ഞല്ലോ, റോഡുകളുടെ ഇത്രയും റോഡുകൾ പോയിരിക്കുകയാണെന്ന്. 3 പ്രാവശ്യം ഫണ്ട് വെട്ടിക്കുറച്ചു. തന്ന ഫണ്ട് കഴിയുമ്പോ 1.5 കോടി 1,95 ലക്ഷം. ഇത്ര ഇല്ല, അതെങ്ങനെ ഈ മെമ്പർ പറയുന്ന പോലെ അത് എങ്ങനെ പഠിക്കും? AE ഓഫീസറും ഇല്ലാതെ ഒരു സെക്രട്ടറിനെ എത്ര സെക്രട്ടറി വന്നിട്ടുണ്ടോ അവിടെ എല്ലാം പ്രശ്നം ഉണ്ടാക്കി അവരെ ഓടിക്കുക. ഒരു ഭീകരാവസ്ഥ പഞ്ചായത്ത് സൃഷ്ടിക്കുക. ഇല്ല, ലാപ്സായി പോകാൻ കാര്യം ജൽജീവനാണ്, സ്റ്റാഫ് ഇല്ലാത്തതാണ്. ഈ ജൽജീവനും സ്റ്റാഫ് ഇല്ലായ്മയുമാണ് ഫണ്ട് ലാപ്സാക്കിയത്. ഈ പറയട്ടെ, ലാപ്സായി പോയതിന് ഞങ്ങൾ ഓരോ മെമ്പർമാരുടെയും വിഷമവും ബുദ്ധിമുട്ടും ഈ മെമ്പർ പറഞ്ഞല്ലോ, അത്രയും വിഷമങ്ങൾ തന്നെ ഞാൻ ഉൾപ്പെടെ അനുഭവിക്കുന്നു. അതില്ലാതിരിക്കാൻ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ട് എടുത്താണ് എല്ലാവർക്കും മെമ്പർമാർക്ക് കൊടുത്തത്. ഓൺ ഫണ്ടിന്റെ പരിധി പറ്റത്തില്ല എന്ന് DPC പറയുമ്പോഴാണ് നമ്മളത് ഒഴിവാക്കിയത്. അങ്ങനെ പോലും പഞ്ചായത്തിന്റെ റോഡുകൾ നവീകരിക്കാൻ ഈ കോൺഗ്രസിന്റെ ഭരണസമിതി ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം. ഹലോ, ഞാൻ 7ാം വാർഡിൽ ഒരു വാർഡ് പ്രതിനിധിയാണ്. എൻ്റെ വാർഡിൽ മെമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. മെമ്പർ ഒരു പരിപാടിക്ക് കാണത്തുമില്ല. രണ്ടാമത് ഈ വഴി റോഡ് പോയി കടന്നിട്ട് ഒരു പരുത്തമ്പാറ ഈ ഓട്ടോറിക്ഷക്കാരും വരത്തില്ല. ഒറ്റ ഓട്ടോറിക്ഷക്കാർ ഞങ്ങൾക്ക് ഒരു രോഗിയെ കൊണ്ട് പോകാൻ പോലും ആ റോഡിൽ വരാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു കോൺഗ്രസിൻ്റെ ഒരു മെമ്പറോട് ചോദിച്ചു, മെമ്പറെ ഈ റോഡ് എന്നെ എങ്ങനെ നടക്കുന്നത് ചോദിച്ചാൽ പറഞ്ഞു മെമ്പർക്ക് വേറെ പണിയുണ്ട്, ആ പണിക്ക് പോകണമുണ്ടോ. ഞാൻ ചോദിച്ചു രാജിവെച്ചിട്ട് പുള്ളിക്ക് പുറത്ത് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം പുള്ളി കുറേ പ്രതികരണം, ഞാൻ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, അതെൻ്റെ വ്യക്തിപരമായ കേസ്. പക്ഷേ ഇങ്ങനെ ഒരു വാർഡ് മെമ്പർ ഇല്ലാത്തൊരു വാർഡ് ഉണ്ടെങ്കിൽ 7ാം വാർഡ് മാത്രമേ ഉള്ളൂ. ആ മെമ്പർ 10ാം വാർഡും അങ്ങനെ തന്നെയാ. അങ്ങനല്ല, നിങ്ങളും റോഡ് പോയിട്ട് ഓട്ടോറിക്ഷ പിടിച്ചാൽ വരത്തില്ല. കോൺഗ്രസിന്റെ വാർഡ് അത് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസിന്റെ ബോബീസ് കല്യാൺ എന്ന മെമ്പർ ഈ വാർഡിലില്ല. അവനെ ഒരു പരിപാടിക്ക് ഞങ്ങളുടെ റോഡിൽ കോൺഗ്രസിന് മാത്രമേ കൊടുത്തു. ആ റോഡിന്റെ കാര്യത്തിൽ എന്താണ് മറുപടി? അല്ല, ഇവിടെ അനുവദിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നബാർഡിന്റെ പദ്ധതിയിൽ നിന്നും 950 ലക്ഷം രൂപ ഒരാൾ സംസാരിക്കും. 6 വാർഡുകളിലേക്ക് മാത്രമായിട്ടാണ് മാറ്റിയേക്കുന്നത്. ബാക്കി വാർഡുകൾ 10 വർഷമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്ന വാർഡാണ്. 10 വർഷമായിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ആ റോഡിന്റെ അവസ്ഥയിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന 7ാം വാർഡ് മാത്രമല്ല, എല്ലാ വാർഡുകളിലും പ്രശ്നമുണ്ട്. വഴി മുഴുവൻ ശരിയാക്കിയില്ലേ? ഈ റോഡ് മുഴുവൻ ശരിയാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വാർഡ് മാത്രം ശരിയാകാത്ത എന്തുകൊണ്ടോ? ഈ ഒരു റോഡ് മാത്രമാണോ മോശാവസ്ഥയിലുള്ളത്? 8ാം വാർഡിലുണ്ട്, 8ാം വാർഡിലുണ്ട്, 8ാം വാർഡിൽ 2 റോഡുണ്ട്, 10ാം വാർഡിൽ 2 റോഡുണ്ട്. പല വാർഡുകളിലും പല റോഡുകളും മോശാവസ്ഥയിലാണ്. അതിന്റെ ഒരു നവീകരണത്തിനായിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ചോദ്യം കേൾക്കൂ. ഈ റോഡുകളുടെ, ഈ തകർന്ന റോഡുകളുടെ നവീകരണ പ്രവർത്തനത്തിനായിട്ട് എന്ത് ആക്ഷനാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്നത്? എല്ലാ റോഡുകളിൽ, ഈ പറയുന്ന റോഡുകളിലെല്ലാം ഫണ്ട് വെച്ചിട്ടുണ്ട്. ഈ ടെൻഡർ ഇടാനുള്ള നടപടികൾ ഈ പറഞ്ഞ കാലതാമസം AEയുടെ ഓഫീസിൽ ഇല്ലാത്തപ്പോൾ വരുന്ന അപാകതയാണ്. അത് വന്നതിനെ തുടർന്ന് പല റോഡുകളും ഇപ്പൊ ചെയ്യാൻ ചെല്ലുമ്പോൾ റിവൈസ് ചെയ്യണം, നീളം കുറയും, ഫണ്ട് കുറച്ചത് കൊണ്ട് നീളം കുറയും. അങ്ങനെയൊക്കെയുള്ള സാങ്കേതിക ഇനി കോൺട്രാക്ടർമാർ ആരും എടുക്കാറില്ല.
അവരെടുക്കത്തില്ല. ഈ ഇവിടുത്തെ പനച്ചിക്കാട് പഞ്ചായത്തിലുള്ള കോൺട്രാക്ടർമാർ ഈ ഭരണസമിതി കയറി കഴിഞ്ഞ് ചെയ്ത കാര്യമാണ് നമ്മൾ സാധാരണ കോൺട്രാക്ടർമാർ ഈ ഭരണസമിതി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഈ കോൺട്രാക്ടർമാർക്ക് വ്യക്തിപരമായിട്ട് ഈ ഭരണസമിതിയോട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? രാഷ്ട്രീയപരമായി കാണും എല്ലാവരും, എല്ലാ കോൺട്രാക്ടർമാരും ഗ്രാമപഞ്ചായത്തുകളില് 540 എണ്ണം മാത്രമാണ് LDF ഭരിക്കുന്നത്. ബാക്കി 300ഓളം പഞ്ചായത്തുകൾ ഭരണസമിതിയാണ്. അവിടെയൊന്നും ഇല്ലാത്ത ഒരു ആക്ഷേപം ഇവിടെ മാത്രം എങ്ങനെ വരുന്നു? ഇല്ലാത്തത് കൊണ്ടും ഈ സെക്രട്ടറി സമയത്ത് ഇല്ലാത്തത് കൊണ്ടും ഇവർ ചെയ്യത്തില്ല. കാരണം പൈസ കിട്ടാൻ താമസിക്കും. അങ്ങനെയുള്ള ഈ ഫണ്ട് കുറയ്ക്കുക, മറ്റു കാര്യങ്ങൾ ഇതിനകത്ത് എല്ലാം ഉൾപ്പെട്ട് വരുമ്പോഴാണ് ഫണ്ടിൻ്റെ പ്രശ്നം വരുന്നത്. അത് നികത്താനാണ് ഓൺ ഫണ്ട് ഇട്ട് എല്ലാ റോഡുകളിലും, അതായത് TS കിട്ടിയ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയ എല്ലാ വർക്കുകളും ഞങ്ങൾ ഏറ്റെടുത്തു. കോടിക്കണക്കിന് രൂപ ഓൺ ഫണ്ട് ഇട്ടാണ് ഇപ്പം നമ്മൾ പദ്ധതി പഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി ചെലവാക്കാനുള്ളതാണല്ലോ ഓൺ ഫണ്ട്. അതുകൊണ്ട് അതാ പറഞ്ഞ അതുകൊണ്ട് ഓൺ ഫണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കോൺട്രാക്ടർമാർ ഈ പദ്ധതി ഏറ്റെടുത്തിരുന്നു. ഇപ്പൊ നോക്കിക്കോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ അകത്തൊരു രാഷ്ട്രീയപരമായിട്ട് വൈരാഗ്യം തോന്നേണ്ട കാര്യമില്ലല്ലോ. ആദ്യം പറഞ്ഞു രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായത്തിൽ ജനങ്ങൾക്ക് രാഷ്ട്രീയമായ എതിർപ്പ്, കോൺട്രാക്ടർമാർക്ക് എതിർപ്പ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ 5 വർഷത്തെ ഭരണസമിതി ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? എല്ലാവരും ഒരു ഭരണ സംവിധാനമാണ് അവർ തന്നെ സമ്മതിക്കുകയാണ്. ഒരു നിമിഷം, എനിക്ക് വന്നൊരു സംശയമാണ്. ഇപ്പൊ ആദ്യം പറഞ്ഞു കോൺട്രാക്ടർമാർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വൈരാഗ്യം ഉണ്ടെന്ന് തോന്നുന്നു, അതിനാലാണ് ഇത് നടക്കാത്തതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓൺ ഫണ്ട് ഇട്ടിട്ട് ഈ ഓൺ ഫണ്ട് നൽകിയപ്പോൾ അവർ വന്നു എന്ന് പറയുന്നു. അതിലെന്താണ് ഒരു രാഷ്ട്രീയം? മനസ്സിലായില്ല. കാരണം എന്താണ്? ഓഫീസ് സജ്ജമായപ്പോൾ ഈ ഓഫീസിൽ അപ്പോൾ ആളുകൾ ഇല്ലാത്തതല്ലേ അതിന് കാരണം ആദ്യമായിട്ടും. അപ്പോൾ രാഷ്ട്രീയ വൈരാഗ്യം പറയാൻ പാടുണ്ടോ? അങ്ങനെയുള്ള പല വർക്കുകൾ ഇപ്പൊ ഇവിടെ പറയുന്ന ആദ്യം മുതൽ കിടന്ന ഈ മെമ്പർ പറഞ്ഞ ആദ്യം മുതൽ കിടന്ന വർക്കുകളൊക്കെ എടുക്കാതെ വന്നിട്ടുണ്ട്. അത് നമ്മൾ എടുക്കാതെ വന്നപ്പോൾ മൊത്തം പഞ്ചായത്തിന്റെ വർക്കുകളും ചെയ്യിപ്പിക്കാൻ ഓൺ ഫണ്ട് ഇല്ല. അതിന് നമ്മൾ ചെയ്തതാണ് TS കിട്ടിയ വർക്കുകളെ മുഴുവനായിട്ടും ഒരു രാഷ്ട്രീയ ഭേദഗതിയോ ഒന്നുമില്ലാതെ എടുത്തപ്പോൾ ഓഫീസ് സജ്ജമായപ്പോൾ ഇപ്പം നോക്കിക്കോ, ഒരു വാർഡില് എനിക്ക് തോന്നുന്നു എൻ്റെ വാർഡിൽ തീരും, അതുപോലെ തന്നെ പല പല വാർഡുകളിലും റോഡ് തീരും. അത് ഇവിടെ ഒരു രാഷ്ട്രീയമല്ല, ഫണ്ടിന്റെ ഒരു അഭാവമാണ്. ഫണ്ടിന്റെ അഭാവം എന്ന് പറയുന്നതിനകത്ത് ഈ ഇടക്കാലത്ത് എനിക്ക് 1-2 വർഷം വർക്കുകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഒരു വർഷമാണെന്ന് തോന്നുന്നു. അതിനുശേഷമുള്ള നടക്കാത്ത ഇല്ലായിരുന്നു, സെക്രട്ടറി ഇല്ലെങ്കിൽ സംവിധാനങ്ങളിലായിരുന്നു. അതിനുശേഷം വന്ന പദ്ധതികൾ അതുപോലെ തന്നെ നിരന്തരം ഈ മുമ്പ് പറയുന്ന പോലെ തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ അഭാവം വളരെ വലുതായിട്ട് ബാധിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ 15 ലക്ഷം രൂപ, 10 ലക്ഷം മെയിൻ്റെനൻസും 5 ലക്ഷം ഫ്രഷ് ആണെങ്കിൽ ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒരു വർഷം കഴിഞ്ഞ 1,80,000 രൂപയുടെ ഫണ്ട് മാത്രമേ ചെലവഴിക്കാൻ പറ്റുള്ളൂ. ഇത് ആറ് കുഴപ്പം ഞങ്ങളുടെ കുഴപ്പമാണോ? അതായത് വാർഡുകളിൽ കിട്ടേണ്ട ഫണ്ടുകളൊന്നും കിട്ടാതെ വരുന്ന ഒരവസ്ഥ. 4 ലക്ഷം രൂപ ഒന്നടക്കം തിരിച്ച് കൊണ്ടുപോകുന്ന അവസ്ഥ. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് വാർഡുകളുടെ പ്രശ്നങ്ങളുണ്ട്. അത് മെമ്പർമാരുടെ കഴിവുകേടായിട്ടാണ്. പക്ഷേ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ 2 കോടി, വീണ്ടും പറയാം, 2,70,00,000 രൂപ 6 വാർഡുകൾക്ക് കൊടുത്ത ആ MLAയുടെ മനസ്സ് അത് വളരെ വലുത് തന്നെയാണ്. ബാക്കിയുള്ള 23 വാർഡുകളിൽ ബാക്കിയുള്ള ഒരൊറ്റ വാർഡിൽ ഇടതുപക്ഷമായാലും BJP ആയാലും അവരുടെ വാർഡുകളിൽ കൊടുത്തില്ല. എന്നുവെച്ചാൽ അവിടെ വാർഡുകൾ ഇല്ല എന്നാണ് MLAയുടെ തോന്നല്. അത് വെറുതെ വാർഡിൽ വന്ന ഈ അമ്പലത്തിന്റെ ബാക്ക് വശത്തോടുള്ള പുതിയ വഴിക്ക് MLA തന്ന ഫണ്ടാണ്. മെമ്പർ പറയട്ടെ. 9-ാം വാർഡിലെ MLAയുടെ ഫണ്ട് 27 ലക്ഷം രൂപയാണ് തോന്നുന്നു കിട്ടിയിട്ടുണ്ട്. എങ്കിലും വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടതല്ല. വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടാൽ ഫണ്ട് ഇല്ല. കാരണം MLA ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഫണ്ട് ലഭിക്കുന്നില്ല. എന്നാൽ MLA മന്ത്രിയായിരുന്ന സമയത്ത് 9-ാം വാർഡിൽ ഫണ്ടുകൾ കിട്ടിയിട്ടുണ്ട്, അതിന് യാതൊരു തർക്കവുമില്ല. പിന്നെ പനച്ചിക്കാട് പഞ്ചായത്തിലെ 23 വാർഡുകളിൽ നിരവധി വാർഡുകളിൽ ഈ വേള ഫണ്ടുകൾ ലാപ്സായി. അതിന്റെ കാരണം വീണ്ടും പറയട്ടെ, വേണ്ടത്ര ഉദ്യോഗസ്ഥ സംവിധാനം ഇല്ലായിരുന്നു. ആ ഉദ്യോഗസ്ഥ സംവിധാനം ഇല്ലാഞ്ഞത് തീർച്ചയായിട്ടും രാഷ്ട്രീയം തന്നെയാണെന്ന് ഞങ്ങൾ പറയുകയാണ്. UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ കേരളത്തിലെ 941 പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയാൻ മേലാത്ത ഭരണ സംവിധാനം നിലനിന്നത് കൊണ്ടാണെന്ന് അതിനോട് ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. വികസനത്തിന്റെ കാര്യത്തിൽ BJP മെമ്പർമാർക്ക് LDF എന്നോ UDF എന്നോ വ്യത്യാസമില്ല. ആര് വികസനം നടത്തിയാലും അവരോടൊപ്പം ഞങ്ങൾ നിൽക്കും. അതാണ് ഞങ്ങളുടെ നയം, അത് തന്നെയാണ്. എന്റെ വാർഡിൽ നെല്ലിക്കൽ പനച്ചിക്കാട് ക്ഷേത്രം റോഡ് 23,24,000 രൂപയുടെ വർക്ക് ഇപ്പോൾ നടക്കുന്നു.
3 വർഷത്തെ ഫണ്ട് ലാപ്സ് ആകാതെ ഒരുമിച്ച് ASA TSA അങ്ങനെ ഞാൻ അതിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു കോൺട്രാക്ടറെ കണ്ട് വർക്ക് ഏൽപ്പിച്ച് ചെയ്യുന്നതാണ്. LDFന്റെ ഒരു മെമ്പർ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് കമ്മിറ്റിക്ക് ലെറ്റർ കൊടുത്തു. പഞ്ചായത്ത് കമ്മിറ്റി നടത്തിക്കത്തില്ല, ഒരു മെമ്പർക്ക് കൂടുതൽ ഫണ്ട് കൊടുത്തിരിക്കുന്നു. ഒരു മെമ്പർക്കും പനച്ചിക്കാട് പഞ്ചായത്തിൽ കൂടുതൽ ഫണ്ട് കൊടുക്കാറില്ല. 23 മെമ്പർമാർക്കും തുല്യ പരിഗണന പനച്ചിക്കാട് പഞ്ചായത്തിൽ കൊടുക്കുന്നുണ്ട്. എന്റെ വാർഡിലെ ഒരു ഫണ്ടുകൾ പോലും ലാപ്സ് ആകാതെ ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ മെമ്പർമാർക്കും അത് സാധിച്ചിട്ടില്ല എന്നും കേരളത്തിൽ മൊത്തം 941 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. അതിൽ 540 ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്നത്. ബാക്കി 400 ശേഷം പഞ്ചായത്തുകൾ ഭരിക്കുന്നത് കോൺഗ്രസും BJPയുമാണ്. അതിൽ 2 മുനിസിപ്പാലിറ്റികൾ ഇന്ന് ഭരിക്കുന്നത് BJPയാണ്. അവിടെയൊന്നുമില്ലാത്ത ഒരു വികലമായ നയം അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യമാണ് ഇവിടെ പറയുന്നത്. എന്താ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നു. എന്തേ ഈ ബാക്കി 300 ശിഷ്ടം പറയുന്ന പഞ്ചായത്തുകളിൽ അവർക്കില്ലാത്ത, നിങ്ങളുടെ ഉൾപ്പെടെ BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേക കാര്യം അല്ലെങ്കിൽ പ്രത്യേക ഒരു ഐഡിയോളജി ഇവിടെ മാത്രം ഉണ്ടാകാൻ കാരണം ഭരണപരാജയം. ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ ഒരു അവിശ്വാസ പ്രമേയം വരുന്നു. അവിശ്വാസ പ്രമേയം വരുമ്പോഴത്തേക്ക് കൈ പിടിച്ച താമരയാണ് ഇവിടെ, തോളോട് ചേർന്ന് നിൽക്കുകയാണ് കൈയും താമരയും. ആ ചേട്ടനൊരു ദോഷം വന്നാൽ അനിയൻ കൈത്താങ്ങലുണ്ടാകും. ആ കൈത്താങ്ങലാണ് ഇവിടെ. ഇനി മെമ്പർമാരൊന്നും പേടിക്കേണ്ട. ഡിസംബർ മാസം 6-ാം തീയതി തകർന്നു കിടക്കുന്ന റോഡുകളും ഈ പഞ്ചായത്തിന്റെ ശോചനീയാവസ്ഥയൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അതിന് ആക്ഷൻ ഉണ്ടാകും. 9-ാം തീയതി റിയാക്ഷനും ഉണ്ടാകും. ആ ആക്ഷനും റിയാക്ഷനും ഇവിടെ ഈ നാട്ടിലെ ജനങ്ങൾ, ഈ റോഡ് വീണ് കിടന്ന പാവപ്പെട്ടവനായ മനുഷ്യൻ, ആ ആക്ഷനും റിയാക്ഷനും വേണ്ടി ഈ തെരുവോരത്ത് വെയിറ്റ് ചെയ്യാണ്. അത് ഓർക്കുക മാത്രമാണ് ഇവിടെ കോൺഗ്രസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ചരിത്രം കുറിക്കുന്ന സംഭവം ഞങ്ങൾ ഉണ്ടാവും, നമുക്ക് ഉറപ്പുണ്ട്. ചരിത്രം കുറിക്കുന്ന വിജയം നമുക്കുണ്ടാവും. ഇവിടെ പനച്ചിക്കാട് പഞ്ചായത്തിൽ അവിശ്വാസം വന്നു. BJPയുടെ നയം CPMനോ കോൺഗ്രസിനോ പിന്തുണ കൊടുക്കാൻ പാടില്ല. പ്രതിഷേധിക്കാനുണ്ടല്ലോ, ഭരണസമിതി തെറ്റ് കാണിച്ചാൽ പ്രതിഷേധിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. CPM ഭരിച്ചപ്പോഴും വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ. കാരണം ആ ഭരണത്തിന്റെ ഗുണം കൊണ്ട്, മനസ്സിലായോ? അന്നും ഞങ്ങൾ അവിശ്വാസ പ്രമേയത്തെ LDFന്റെ ഭരണം ഗുണമാണെന്ന് BJPയുടെ മെമ്പർ തന്നെ പരസ്യമായി സമ്മതിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. വിശ്വാസ പ്രമേയത്തിൽ ഞങ്ങൾ വിട്ടുനിന്നു. വിശ്വാസ പ്രമേയത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം അവിശ്വാസ പ്രമേയത്തിൽ വോട്ട് ചെയ്യുകയും വിശ്വാസ പ്രമേയത്തിൽ ഞങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്തു. മനസ്സിലായോ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ വേള LDF ഭരിച്ചപ്പോഴും ഞങ്ങളുടെ നയം അത് തന്നെ, ഈ വേള UDF വന്നപ്പോഴും ഞങ്ങളുടെ നയം അത് തന്നെ. ഞങ്ങൾ LDFനോ UDFനോ ഞങ്ങൾ കൂടത്തില്ല. വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇവരൊരു വികസന പ്രവർത്തനം കൊണ്ടുവന്നാൽ നിങ്ങൾ കൂടുമോ? വികസന പ്രവർത്തനം കൊണ്ടുവന്നാൽ നാടിനു വേണ്ടി എന്തും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാകും. വികസനത്തിന് ക്ഷണിക്കുന്നു. ഇവിടെ ഈ നാടിന്റെ പ്രധാനപ്പെട്ട ആവശ്യമായ പാലക്കല്ലുങ്കൽ റോഡ്, ആ പാലക്കല്ലുങ്കൽ റോഡ് ഇതൊരു പബ്ലിക് ചർച്ചയ്ക്ക് വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഇവിടെ വെള്ളുത്തുരുത്തിക്കരയെയും വാകത്താനത്തെയും പരസ്പരം ബന്ധിക്കുന്ന പാലക്കല്ലുങ്കൽ റോഡിന് വേണ്ടി നബാർഡ് പദ്ധതിയിൽ 950 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ അത് അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കോട്ടയത്തിന്റെ MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അതിനെതിരായി ഞങ്ങൾ സമരമുഖത്തുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയ സമരമുണ്ട്. ഞങ്ങൾ കോടതിയിൽ പോകുന്നു. ഞങ്ങൾ ജനങ്ങൾ സംഘടിപ്പിക്കുന്നു. തോളോടൊപ്പം ചേരാൻ ഇവിടെ BJPയും കോൺഗ്രസും തയ്യാറാണോ എന്ന ചോദ്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പാലത്തിന് വർഷം സുരേഷ് കുറുപ്പ് MP ആയിരുന്നപ്പോഴാണ് ആ പാലത്തിന് തറക്കല്ലിട്ട് പണി തുടങ്ങിയത്. അത് LDF 2 പ്രാവശ്യം അധികാരത്തിൽ വന്നിട്ട് അവിടെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ ഗവൺമെന്റും ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിയാതെ വർഷങ്ങളായി അതിങ്ങനെ കിടക്കുക. ഇപ്പൊ അത് ഏറ്റെടുത്ത് നടത്തിയിട്ട് ഞങ്ങൾ സഹകരിക്കുമെന്ന് ചോദിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ തെറ്റായ നയമാണ്. നല്ലത് ചെയ്താൽ നന്നായിക്കോട്ടെ. പക്ഷേ സുരേഷ് കുറുപ്പ് MP ആയിരുന്നപ്പോൾ തറക്കല്ലിട്ട സ്ഥാപനമാണ്. അത് കഴിഞ്ഞ് 2 പ്രാവശ്യം ഇവിടെ LDF അധികാരത്തിൽ വന്നു, ഇത് പൂർത്തീകരിച്ചില്ല. ഇപ്പൊ 4 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാ. അത് പൂർത്തീകരിച്ചോ? ഇല്ലല്ലോ. ഇനിയിപ്പോ 6 മാസം ഭരണമുള്ള പാർട്ടികളുടെ ഏറ്റെടുത്ത് സമരം നടത്തി. 1 മിനിറ്റ്, 6 മാസം മാത്രം ഭരണമുള്ള ഇടതുപക്ഷ മുന്നണിയുടെ പാർട്ടിക്കാർ ഉടനെ സമരം ഏറ്റെടുത്ത് അവർ പൂർത്തീകരിക്കുന്നു പറഞ്ഞാൽ എവിടെ പൂർത്തീകരിക്കാനാ? കോട്ടയത്തെ പാലം പൂർത്തീകരിച്ചോ? പാലക്കല്ലുങ്കൽ പാലം ഇന്ന് കോട്ടയം ടൗണിൽ ഒരു അസ്ഥികൂടം പോലെ നിൽക്കുന്ന ആകാശപാത, ഇടിഞ്ഞു വീഴാനായിരിക്കുന്ന ആകാശപാത പോലെ തന്നെ ഇന്ന് പന്തല കൃഷി നമ്മള് കെട്ടിട്ടേക്കുന്ന പോലെ UDFും രണ്ടുപേരും മാറി മാറി ഇങ്ങനെ ഈ കുറ്റം പറയുന്നത് കൊണ്ട്
ഈ പറയുന്ന റോഡുകളും അതുപോലെ കിട്ടേണ്ട വികസനങ്ങളും നശിച്ചു പോവുകയാണ്. ഈ വാർഡിലുള്ള വാർഡ് മെമ്പർമാർക്ക് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് പോരാട്ടങ്ങളാണ് ഈ പറയുന്ന UDF-ഉം LDF-ഉം നടത്തിക്കൊണ്ട്. ഓക്കെ, BJP പ്രതിനിധി, ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചിരുന്നു ആ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമോ എന്ന്. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇതിന്റെ ഫണ്ട് തന്നെ വന്നേക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ്. പക്ഷെ അതിനെ വേണ്ടത് പ്രയോജനപ്പെടുത്താനായിട്ട് ഇവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇവരുടെ പ്രതിഷേധത്തിൽ പങ്കുചേരുമോ? ന്യായമായ കാര്യമാണെങ്കിൽ ഞങ്ങളും ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത സമയപരിമിതി ഉണ്ട്. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇനി ഒരു അടുത്ത വർഷം വീണ്ടും നിങ്ങൾക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ വികസനം ഈ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ സാധിക്കും? ഏതൊക്കെ മേഖലകളിൽ? ഏറ്റവും ആദ്യമേ ജനങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ള ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ കൂടുതൽ മുൻകൈ എടുക്കും. ഈ ഭരണസമിതിയിൽ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. കാര്യം ജനങ്ങളുടെ ആവശ്യം, അതായത് ഫ്രണ്ട് ഏരിയ ഏറ്റവും നല്ലതായിട്ട് നവീകരിക്കണം. അവർ ബുദ്ധിമുട്ടി ഇരിക്കരുത്. കായിക മേഖലയിൽ എന്തൊക്കെ വികസനം ഇനി കൊണ്ടുവരാൻ സാധിക്കും? ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ എന്റെ വാർഡിലടക്കം അവസരം പല പ്രാവശ്യം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉന്നയിച്ചിട്ടും അത് നിഷ്കരണം തള്ളിക്കളഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കായിക മേഖലയിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസവുമില്ല. കായിക മേഖലയിൽ എന്ത് ചെയ്യുമെന്നല്ലേ, എന്ത് വികസനം കൊണ്ടുവരാൻ സാധിക്കും? ആദ്യം വേണ്ടത് നല്ലൊരു കളിസ്ഥലമാണ്. പനച്ചിക്കാട് പഞ്ചായത്ത് സ്വന്തമായിട്ട് കളിസ്ഥലം ഇല്ല. കേരളോത്സവം വരുമ്പോൾ അവിടെ ഇവിടെ എല്ലാവരുടെയും കാല് പിടിച്ചാണ് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി ചെയ്യുന്നത്. അങ്ങനെ വന്നാൽ ആദ്യമായിട്ട് ചെയ്യുന്നത് പ്ലീസ് അടുത്ത വർഷം, അടുത്ത 5 വർഷത്തെ കാര്യമാണ്. അടുത്ത 5 വർഷത്തെ പറഞ്ഞോളൂ. കായിക മേഖലയിൽ നല്ലൊരു കളിസ്ഥലത്തിന് സ്ഥലം വാങ്ങിക്കും. ഓക്കെ, ഇപ്പൊ നമ്മള് കാർഷിക മേഖലയിൽ മേഖലയിൽ എല്ലാവരെയും, അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൃഷി സാധനങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യ സാധനങ്ങൾ കൊണ്ടുവരാത്ത രീതിയിൽ എല്ലാവരെയും സ്വയം പര്യാപ്തിയാക്കും. അതുപോലെ തന്നെ നെൽകർഷകരെ താങ്ങി നിർത്തും. നമ്മുടെ പഞ്ചായത്തിന് കിട്ടുന്ന പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അതൊന്നും പഞ്ചായത്തിന് ചെയ്തു കൊടുക്കുക. അതിനാണ് ഞങ്ങൾ MLA യെയും MP യെയും ബ്ലോക്ക് മെമ്പറിനെയും ജില്ലാ പഞ്ചായത്ത് മെമ്പറിന്റെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഞങ്ങളുടെ പ്രതിനിധികൾ ചെയ്ത കാര്യങ്ങൾ, ഈ ലൈറ്റുകളും അതുമെല്ലാം. അങ്ങനെ അവരെ ഏത് മേഖലയിൽ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ വികസനം? ആരോഗ്യ മേഖലയിൽ ഇപ്പൊ തന്നെ ഞങ്ങൾ 8 സെന്റ് സ്ഥലത്തിൽ ഒരു സബ് സെന്റർ പണിയുന്നു. അത് ഇവിടെ സഹോദരൻ പറഞ്ഞതുപോലെ അംഗനവാടികൾക്കും ഹെൽത്ത് സെന്ററിനുമായിട്ട് 21 സെന്റ് സ്ഥലമാണ് ഞങ്ങൾ ഭരണസമിതി കയറി കഴിഞ്ഞ് കിട്ടിയത്. ഇതിനെല്ലാം ഫ്രീ കിട്ടിയത്, സൗജന്യമായി കിട്ടിയത്. ഇതിനെല്ലാം തന്നെ ഫണ്ട് വെച്ചു, ഉദ്ഘാടനം നടത്തി. ഇനി അധികാരത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ വികസനം കൊണ്ടുവരും? പഞ്ചായത്തിൽ എന്റെ ആഗ്രഹം, പനച്ചിക്കാട് പഞ്ചായത്തിൽ 41 അംഗനവാടികളാണ് അതുള്ളത്. കുഞ്ഞുങ്ങൾ 3 വയസ്സ് മുതലുള്ള പിള്ളേരാണല്ലോ പഠിക്കുന്നത്. 41-ൽ 13 മാത്രമേ സ്വന്തമായി കെട്ടിടമുള്ളൂ. ബാക്കിയെല്ലാം വാടകയ്ക്കാണ്. അത് ഒരു തരത്തിൽ അവർക്ക് സ്ഥലം കണ്ടെത്തി. ഇപ്പൊ 5 നമുക്ക് കിട്ടി. ഇനി ബാക്കിയുള്ളതിനും കൂടെ കിട്ടിയതെല്ലാം നമ്മൾ ഫണ്ടും വെച്ചു. ഇനി ബാക്കി എല്ലാത്തിനും കൂടെ കെട്ടിടം. വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരം നമ്മൾ എല്ലാ വർഷവും ഫണ്ടുകൾ വെക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ എയ്ഡ് ഓഫീസിലെ പ്രശ്നം കാരണം ചില പ്രശ്നങ്ങൾ വന്നെങ്കിലും SSKയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പൊ സ്കൂളിലും കെട്ടിടം വരുന്നത്. അത് പഞ്ചായത്ത് എല്ലാ വർഷവും SSKക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൂടുതൽ സജ്ജമാക്കി. നിലവിൽ എന്തൊക്കെ പോരായ്മകളുണ്ടോ അതെല്ലാം പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കും. അത് അടുത്തായി പ്രതിപക്ഷത്തിലേക്ക് വരികയാണ്. ഇനി അടുത്ത വർഷം നിങ്ങൾക്ക് അടുത്ത 5 വർഷം നിങ്ങൾക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന. അത്തരം ഒരു പ്രകടന പത്രികയിലേക്ക് ഞങ്ങൾ കടന്നിട്ടില്ല. എങ്കിൽ പോലും എനിക്ക് പറയാനുള്ളത്, ഏറ്റവും പ്രധാനമായിട്ട് ഈ പഞ്ചായത്തിലെ താറുമാറായി കിടക്കുന്ന റോഡുകൾ മുഴുവൻ പുനരുജ്ജീവിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് കൃത്യമായിട്ട് നന്നാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ കുടിവെള്ളത്തിന്റെ പ്രശ്നം, അത് ഇനിയിപ്പോ ജലജീവൻ മിഷനെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റുമോ ഇല്ലയോ, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു ബോധ്യമുണ്ടാക്കി എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുക എന്നതിന് പരമപ്രധാനമായ ഒരു പ്രാധാന്യം കൊടുക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷമായിട്ട് വനിതാ വികസനത്തിന് വേണ്ടിയൊക്കെ 10% പണം ചെലവഴിക്കേണ്ട ചുമതല, അതായത് ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാപരമായ പഞ്ചായത്ത് രാജ് ആക്ടുള്ള ബാധ്യതയാണ്. ഈ 10% പണമൊക്കെ ചുമ്മാ അവിടെ കോഴി കൊടുത്തു ഇവിടെ കോഴി കൊടുത്തൊക്കെ അവസാനിപ്പിക്കുകയല്ലാതെ സസ്റ്റൈനബിളായിട്ട് കണ്ടു നിൽക്കത്തക്കതുപോലെ നിരന്തരം നിലനിൽക്കത്തക്കതുപോലെ സ്ത്രീകൾക്കും യുവാക്കൾക്കും തൊഴിൽ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള യാതൊരു പദ്ധതിയും നമ്മുടെ പള്ളം ബ്ലോക്ക് പഞ്ചായത്തൊക്കെ നടപ്പാക്കുന്നത് പോലെ യാതൊരു പദ്ധതിയും ഇവിടെ നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ തീർച്ചയായും വരും കാലങ്ങളിൽ അതിനെ ഞങ്ങൾ മുൻഗണന കൊടുക്കും. അതുപോലെ തന്നെ കളിക്കളം വളരെ
ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്നുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപിത പദ്ധതിയായിരുന്നു. അതിനനുയോജ്യമായിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടക്കമുള്ള സ്ഥലങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ലഭ്യമാക്കാൻ ഇടയുണ്ടായിട്ടും അതിലേക്കൊന്നും നമ്മുടെ പഞ്ചായത്ത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഏറ്റവും പ്രസിദ്ധമായ പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രവും അതുപോലെ തന്നെ ഇവിടെ ഈ ആമ്പൽ വസന്തം ഇങ്ങനെയുള്ള ഒരുപാട് നമുക്ക് ടൂറിസം മേഖലയിൽ, പ്രത്യേകിച്ച് ഉൾനാടൻ ഗ്രാമീണ ടൂറിസം മേഖലയിൽ ഇപ്പോൾ കുമരകത്തൊക്കെ നടക്കുന്നത് പോലെ ഉൾനാടൻ ടൂറിസം മേഖലയിൽ സാധ്യതകൾക്കും തൊഴിലവസരങ്ങൾക്കും വളരെ സാധ്യതകളുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ തീർച്ചയായും അത്തരം പദ്ധതികളെ ഉപയോഗപ്പെടുത്തുവാനായിട്ട് നമ്മുടെ പഞ്ചായത്തിന് കഴിയും. അത്തരം സാധ്യതകൾക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ മുൻതൂക്കം കൊടുക്കും. അപ്പൊ ഒരുവിധം എല്ലാ മേഖലകളിലും നല്ലൊരു വികസനം ആശംസിക്കുന്നു. എല്ലാവർക്കും വീട് അതൊരു അടിസ്ഥാന സൗകര്യമാണ്. അത് ഏറ്റെടുക്കുന്ന കാര്യം വളരെ ശക്തമായ രീതിയിൽ. അടുത്ത ബിജെപി പ്രതിനിധിയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ വികസനം ഏതൊക്കെ മേഖലയിൽ കൊണ്ടുവരും? കിട്ടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അതിനൊരു മാർഗം കാണിച്ചിട്ടുണ്ട്. ഇന്നിവര് പരുത്തുംപാറ കവലയിൽ പലയിടത്തും പോയി നോക്കി ഇവർക്ക് ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട്. പഞ്ചായത്തിന് മുമ്പിൽ ചെന്ന് പഞ്ചായത്ത് അനുവദിച്ചില്ല. അവസാനം ഇവർ പല സ്ഥലങ്ങളും കറങ്ങിയിട്ട് എൻ്റെ വാർഡിലെ പാവനകുളം സുന്ദരം സായാഹ്ന വിശ്രമ കേന്ദ്രത്തിലാണ് ഈ പ്രോജക്റ്റ് തയ്യാറാക്കാനായിട്ട് വന്നത്. അതായത് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇതുപോലൊരു പദ്ധതി ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നതിൽ BJPയുടെ ഈ 6ാം വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അപ്പം വികസനം എന്നത് ഓരോ ഗ്രാമത്തിൻ്റെയും സ്വഭാവം അനുസരിച്ചിട്ട് ആ ഗ്രാമത്തിൻ്റെ എന്തൊക്കെ ആവശ്യം, പ്രധാനമായ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് വേണ്ട വികസനമാണ് വേണ്ടത്. ഇപ്പം മുമ്പ് പറയുന്ന പോലെ ഗ്രാമസഭകളിൽ കോഴിയും 10 കോഴിയും അല്ലെങ്കിൽ താറാവും പോത്തുമൊക്കെ ആയിട്ട് പോകുന്ന കാലഘട്ടം മാറി. ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യകത വേറെയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വിഷയത്തെയും പഠിച്ചുകൊണ്ട്, ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജലജീവൻ മിഷൻ, ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം എൻ്റെ വാർഡിൽ തന്നെ 30% പേര് കുടിവെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി വരുന്ന ഇത്തരം പദ്ധതികൾ പൂർണ്ണമായിട്ടും എനിക്ക് തോന്നുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് 196 പദ്ധതികളുണ്ട്. ഓരോ വാർഡിനെയും ഓരോ ഗ്രാമത്തെ സംബന്ധിച്ചിട്ടുള്ള ഓരോ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ആ പദ്ധതികൾ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കും. അതിനുള്ള വികസനം, ശരിക്കും പറഞ്ഞാൽ സംരംഭക ഗ്രാമം എന്നൊരു പദ്ധതി തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ പനച്ചിക്കാട് പഞ്ചായത്തിന്റെ എന്തൊക്കെയാണ് ആവശ്യം, ഇല്ലെങ്കിൽ ആ സ്പന്ദനം അറിഞ്ഞുകൊണ്ടുള്ള ഒരു വികസനം എത്തിക്കുമെന്ന് BJP പ്രതിനിധി നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അടുത്തതായി അങ്ങയിലേക്ക് കിടക്കുകയാണ്. എന്തൊക്കെ വികസനം ഈ പ്രസിഡന്റ് വിട്ടുപോയ എന്തെങ്കിലും, ക്ഷമിക്കണം പ്രസിഡന്റ് അല്ല, നിങ്ങളുടെ പ്രതിനിധി വിട്ടുപോയ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഞാൻ CPM-ന്റെ പ്രതിനിധിയാണ്, LDF-ന്റെ പ്രതിനിധിയാണ്. LDF-ന്റെ പ്രതിനിധിക്ക് പ്രത്യേകത ഉണ്ട്. ഒരു സംസ്ഥാന സർക്കാർ അതിൻ്റെ 900 പരിപാടികൾ, അതിൻ്റെ പ്രകടന പത്രികയിലുള്ള 900 പരിപാടികൾ നടപ്പിലാക്കി അതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വക്താവാണ് ഞാൻ നിൽക്കുന്ന 2000 രൂപ പ്രതിമാസം പെൻഷൻ കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന്റെ വക്താവാണ്. എല്ലാ വീടുകൾക്കും EMS ലൈഫ് മിഷൻ മൊത്തത്തിൽ നടപ്പിലാക്കി പാവപ്പെട്ടവർ അന്തി ഉറങ്ങാൻ വീട് കൊടുത്തൊരു ഗവൺമെന്റാണ്. അതുകൊണ്ട് പാഴ്വാക്കുകൾ കൊണ്ടല്ല ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ പ്രകടന പത്രികയുമായി വരാൻ വേണ്ടി പോകുന്നത്. ഇവിടെ താറുമാറായി കിടക്കുന്ന റോഡുകൾ, ആ റോഡുകൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരണം വന്നു കഴിയുമ്പോൾ താറുമാറുകളായ റോഡുകൾക്ക് ശോചനീയ അവസ്ഥ പരിഹരിക്കും. 1. 2, ടൂറിസം മേഖലയിലുള്ള മാറ്റം. ഇത്രയും ആളുകൾ വരുന്ന ഒരു പരുത്തപ്പാറ പ്രധാനപ്പെട്ട ജംഗ്ഷൻ നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയും ആളുകൾ വരുന്ന സ്ഥലത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ വരുന്നത് ഇവിടെ ഒരു കംഫർട്ട് സ്റ്റേഷൻ പോലുമില്ല. ഞങ്ങളുടെ ഗവൺമെന്റ്, ഞങ്ങളുടെ പ്രതിനിധികൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ ഭരണം ഉണ്ടാകുകയാണെങ്കിൽ ആ ഭരണം ഉണ്ടാകുമ്പോൾ ഈ നാട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും സുഗമമായി യാത്ര ചെയ്യാനും അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനുമുള്ള ഒരു കംഫർട്ട് സ്റ്റേഷൻ ഉൾപ്പെടെ ഈ പരുത്തമ്പാറ സ്റ്റേഷനും. പിന്നെ കളിക്കളം ഇവിടെ സൂചിപ്പിച്ചു, എല്ലാ വാർഡുകളിലും കളിക്കളം വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു 30 വർഷത്തെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എടുത്ത് നോക്കുക. എല്ലാ വർഷവും ഇതൊന്നും സാധ്യമാകാതെ ടിക്ക് ചെയ്ത് പോകാണ്. ഞങ്ങൾ ഇവിടെ മുന്നണി ഭരണത്തിൽ എത്തുകയാണെങ്കിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ എത്തുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ എല്ലാ വാർഡുകളിലും ഒരു കളി സദസ്സ് അല്ലെങ്കിൽ ടർഫുകളെങ്കിലും മിനിമം ഉണ്ടാക്കാനുള്ള സ്ഥാപിക്കാനുള്ള. ഇനി ആമ്പൽ വസന്തം എന്ന് പറയുന്നത് മലരിക്കലിൽ മാത്രമല്ല, അത് അമ്പാട്ടുകടവിൽ, കല്ലേങ്കൽക്കടവിൽ ഇതിങ്ങനെ തുടങ്ങി വികസിതമായ ഒരു ടൂറിസം പദ്ധതി. ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള നദീതടങ്ങൾ സംയോജിപ്പിക്കുക എന്നുള്ള ഒരു മഹത്തായ ഭാവന, ആ ഭാവനയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ മിഷന്റെ ഭാഗമായി ഈ നദീതട ടൂറിസത്തെ വികസിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ സായാഹ്നങ്ങളിൽ ആളുകൾക്ക് ഇരിക്കാനും അവരുടെ വിനോദം പങ്കെടുക്കാനും വേണ്ടിയിട്ടുള്ള വേദി ഒരുക്കുക എന്നത് ഉൾപ്പെടെയുള്ള നല്ല നല്ല പദ്ധതികളുമായിട്ട് മാത്രമേ ഞങ്ങൾ ഭരണത്തിന്റെ രംഗത്തിലേക്ക് വരികയുള്ളൂ. അടുത്ത അങ്ങയിലേക്ക് കിടക്കുകയാണ്. എന്തൊക്കെ വികസനങ്ങൾ ഏതൊക്കെ മേഖലയിൽ കൊണ്ടുവരും? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 35 വർഷക്കാലം ഭരിച്ച പഞ്ചായത്താണ്. അതായത് MC പീതാംബരൻ സാർ തുടങ്ങി, PK മോഹനൻ തുടങ്ങി. അന്ന് MC പീതാംബരൻ സാറാണ് ആദ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ അധികാരത്തിൽ വരുന്നത്. അന്ന് പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് അദ്ദേഹത്തിൻ്റെ കാലത്ത് പണിതതാണ്. അത് കഴിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് പ്രസിഡന്റായ PK മോഹനൻ വന്നിരുന്നു.
പിന്നെ അങ്ങനെ പിന്നെ സുനിൽകുമാർ വന്നു. അങ്ങനെ ഭരിച്ചത് കോൺഗ്രസ് ഭരിക്കുന്നത് കഴിഞ്ഞ ഇവിടെ ഈ പ്രാവശ്യം അതിൻ്റെ മുമ്പിലത്തെ 30 പ്രാവശ്യമേ ഉള്ളൂ. പക്ഷേ ആദ്യമായി കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഐക്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോഴാണ് പഞ്ചായത്ത് കെട്ടിടം പുതുക്കപ്പെടുന്നത്. അതുപോലെ ഇപ്പോൾ മണ്ടിക്കുന്ന വണ്ടി അടക്കം എടുത്തിരിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ്. അതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഇനിയും അധികാരത്തിൽ വന്നാൽ ഇനി അധികാരത്തിൽ പൂർണ്ണമായി വരുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ഐക്യജനാധിപത്യ മുന്നണി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വീണ്ടും പനച്ചിക്കാട് പഞ്ചായത്ത് അധികാരത്തിൽ വരും. അധികാരത്തിൽ വരുകയും അതിൻ്റെ കൂടെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് കോൺഗ്രസിൻ്റെ വരുമ്പോൾ സംശുദ്ധമായ ഭരണരീതിയോടുകൂടി ഉദ്യോഗസ്ഥന്മാരെയും വിന്യസിക്കുകയും പണം അനുവദിക്കുകയും ചെയ്താൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ജനപ്രതിനിധികൾ പറഞ്ഞ കാര്യങ്ങൾ, വികസന കാര്യങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം നമ്മൾ ചർച്ച ചെയ്തു. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെ ഇവർ നേരിടാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. പോരാട്ടത്തിൻ്റെ ആവേശമൊക്കെ അടുത്തെത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് പൊതുജനങ്ങൾക്കായിട്ട് നമ്മുടെ പനച്ചിക്കാട് പഞ്ചായത്തിനായിട്ട് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഓരോ പ്രതിനിധികളും LDFും UDFും BJP പ്രതിനിധികളടക്കമുള്ള ആളുകൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. ഇതെല്ലാം ഇവർക്ക് നടപ്പിലാക്കാൻ നല്ലൊരു പനച്ചിക്കാട് പഞ്ചായത്തിനെ നാട് അറിയുന്ന രീതിയിൽ എത്തിക്കാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ചിത്രീകരണം അവസാനിക്കുന്നു. തൊട്ടടുത്ത പഞ്ചായത്തിൽ കാണാം. നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.